മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. വായികൾ തുറന്ന് പറഞ്ഞ് നിന്റെ പ്രശ്നത്തെ നോക്കി പറഞ്ഞ് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ആരൊക്കെയോ ഈ പന്തലിൽ മാത്രമല്ല, വീടുകളിൽ നിന്ന്, ദേശത്ത് നിന്ന്, തെരുവിൽ നിന്ന്, റോഡിൽ നിന്ന് ആരൊക്കെയോ പറയുന്നു, വിളിച്ചു പറ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. അധികാരത്തോടൊന്ന് വിളിച്ചു പറഞ്ഞ് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. വാ തുറന്ന് പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒരു 4-5 പ്രാവശ്യം പറഞ്ഞേ. മരണത്തിന് ഇത് പറയുമ്പോൾ സൗഖ്യം നടക്കട്ടെ, ഇത് പറയുമ്പോൾ ശാപങ്ങൾ മാറട്ടെ, ഇത് പറയുമ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിനെ പിടിച്ചു വെക്കുന്നത് പറഞ്ഞ് കൈ അടിച്ചതിന് ആമേ പറഞ്ഞതിന് സ്വീകരിച്ചു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. ആമേൻ, ആമേൻ. വലിയ കാറിൽ വരുന്നതല്ല ആത്മീയൻ, വലിയ വീട്ടിൽ താമസിക്കുന്ന ആളല്ല ആത്മീയൻ, വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളല്ല ക്രിസ്ത്യാനി. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനാണ് ആത്മീയൻ. കൈകൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിലും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആമേൻ. അതിനകത്തൊരു വാക്യം കൂടെ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. 9-ാമത്തെ വാക്യം, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അതിപ്രധാനമായൊരു വാക്യമാണ്. ആമേൻ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിച്ച് കേൾപ്പിച്ചത്. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ ദൂതുകൾ മാത്രം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. വളരെ ശാന്തമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിനകത്തുനിന്ന് 1-2 വാക്കുകളും ദൂതുകളും പറഞ്ഞ് നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കാം. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി 1 മിനിറ്റ് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഈ ദേശത്തോട് ഇന്ന് രാത്രി സംസാരിക്കണമേ, ഞങ്ങളെ അതിനെ സഹായിക്കണമേ, ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനം ഇന്ന് രാത്രി ഈ ശബ്ദത്തിലൂടെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലോട്ട് ചെല്ലട്ടെ. കൈകളത് ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്തേ. കൈകൾ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്ത് വായിൽ തുറന്ന് സ്തോത്രം. എന്നിട്ടൊന്ന് പറഞ്ഞ്, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ്, ഞങ്ങളോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ്, ഞങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ്, ഞങ്ങളോടൊന്ന് സംസാരിക്കണം. ഓ നിൻ മഹാ കൃപയ്ക്കാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കൈകൾ ഉയർത്തി പറഞ്ഞ്, നിൻ മഹാ
അങ്ങേ ഞാൻ സ്തുതിച്ചിടു എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടു എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടു എന്നും. മോചനം വീണ്ടും ജനനവും നിജഭാവിയെന്നിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും അങ്ങേ ഞാൻ സ്തുതിച്ചിടു നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടു നിൻ മഹാ. ആ കൈകൾ ഉയർത്തി കർത്താവിന് ആരാധന. അങ്ങേ ഞാൻ സ്തുതിച്ചിടുവെന്നോ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുവെന്നോ. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നീ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം നിമിത്തം ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ഞങ്ങളിങ്ങനെയൊക്കെ ആയി. ഞങ്ങളായതല്ല, നീ ഞങ്ങളെ ആക്കിയതാണ്. നിന്റെ മഹാദയ, നിന്റെ മഹാകരുണ, അങ്ങയുടെ മഹാസ്നേഹം നിമിത്തം ഞങ്ങൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്ന് രാത്രി ദേശത്തിൽ ആ ദൈവകൃപ വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിൻ്റെ വലിയ ദയ വെളിപ്പെട്ടു വരട്ടെ. അനേകം പേർ ഇന്ന് രാത്രി യേശുവിനെ അനുഭവിക്കട്ടെ. ഈ സുവിശേഷ മഹായോഗത്തിലൂടെ അനേകം പേർ ആശ്വസിപ്പിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ഭക്തന്മാരുടെ ആമേൻ കെട്ടുകളെ, കുരുക്കുകളെ അഴിച്ച് ആമേൻ അവരുടെ ജീവിതത്തിനകത്ത് വലിയ സ്വാതന്ത്ര്യം പകർന്ന് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ ആമേൻ വിടുവിച്ച വിടുവിച്ച സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് ഈ ദേശത്തിൻ്റെ മേൽ തുറന്നു വരുന്നതിന് നന്ദി പറയുന്നപ്പാ. ഈ ദേശം സുവിശേഷത്തിന് അനുകൂലമായി മാറട്ടെ, ദൈവശക്തിക്ക് അനുകൂലമായി മാറട്ടെ. ഈ പ്രവർത്തനങ്ങളെയും ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും ദേശനിവാസികളെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കേണ്ടെന്ന് എല്ലാവരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആമേൻ. ധാരാളം പ്രിയപ്പെട്ടവർ എൻ്റെ ശബ്ദം വീടിനകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. ആമേൻ. അല്പസമയം നിങ്ങൾക്ക് മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, നാളെയും ഇങ്ങനൊരു മീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് ആമേൻ ഈ ശബ്ദം കേൾക്കുക. ആമേൻ. സുവിശേഷം എപ്പോഴും കേൾക്കുന്ന അനുഗ്രഹമാണ്. അത് വളരെ സന്തോഷമാണ്. അത് നമ്മളെ ആശ്വസിപ്പിക്കും. ഒരാമേൻ പറഞ്ഞാട്ട്. ആമേൻ. ഈ ശുശ്രൂഷകൾ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ആ വാക്ക് എന്നെ ചിന്തിപ്പിക്കുകയും ഞാനിന്ന് ആമേൻ പറയാൻ വന്ന ദൂതുമായി ഒത്തിരി ബന്ധമുള്ള വാക്കുകളാണ്. നമ്മൾ ഇവിടെ വന്നതും നമ്മളിങ്ങനെയൊക്കെ ആയത് ദൈവത്തിൻ്റെ കൃപയാണ്. എത്ര പേർക്കത് സമ്മതിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഒരാൾ ഇങ്ങനെയൊക്കെ ആയി മാറുന്നതും മറ്റെല്ലാം വിട്ട് ആമേൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് തന്നെ ഒരു മഹാ അത്ഭുതമാണ്.
അങ്ങനെ അധികം പേർക്കൊന്നും അങ്ങനെയുള്ള അവസരങ്ങളില്ല. ചുരുക്കം പേർക്കാണ് ഇങ്ങനൊരു അവസരം കിട്ടുന്നത്. ഈ ദേശത്തും ഇന്നും അങ്ങനൊരു സാധ്യത ഈ രാത്രി ഇവിടെ തുറന്നു കിടപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും. ഈ ദൂതുമായി ബന്ധപ്പെടുത്തി തന്നെ കുറച്ച് വാക്കുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ തീമോഥെയോസിൻ്റെ ലേഖനം അത് തൻ്റെ സഹോദരനായ, തൻ്റെ നിജപുത്രനായ, തൻ്റെ കൂട്ടുവേലക്കാരനായ, തൻ്റെ സഹോദരനോട് പറയുന്ന വാക്കാണ്. തൻ്റെ കൂടെ സഞ്ചരിച്ച ആ ദൈവദാസന് എഴുതുന്ന ലേഖനമാണ്. അപ്പോൾ മറ്റെല്ലാ എഴുത്തുകളെക്കാൾ അടുത്ത് നിൽക്കുന്നവർക്ക് എഴുതുന്ന ലെറ്റർ ഇച്ചും കൂടെ ഒരു തുറന്ന ലെറ്ററായിരിക്കും. മനസ്സ് തുറന്ന് സംസാരിച്ചതായിരിക്കും. തൻ്റെ എല്ലാം ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഭാഗങ്ങളായിരിക്കും. നിങ്ങളെല്ലാവരും കത്തുകളൊക്കെ കണ്ടിട്ടുള്ളവരും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പ്രായമുള്ളവർക്കറിയാം, എഴുതുന്നവരുമാണ്. പഞ്ചായത്തിന് കൊടുക്കുന്ന കത്ത് വേറെയാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിന് എഴുതി കൊടുക്കുന്ന കത്ത് വേറെയാണ്. നമ്മുടെ സ്വന്തക്കാർക്ക് എഴുതുന്ന കത്ത് വേറെയാണ്. നമ്മുടെ അടുത്ത സഹോദരങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ എഴുതുന്ന കത്ത് വേറെയാണ്. അപ്പോൾ ഓരോ കത്തിനും വ്യത്യസ്തമായ ആശയങ്ങളും അതിനകത്തുള്ള എഴുത്തിൻ്റെ രീതികളൊക്കെ വേറെയാണ്. തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഒന്നും മറച്ചു വെക്കാതെ തൻ്റെ അനുഭവങ്ങൾ തുറന്ന് തൻ്റെ ഇത്രയും വർഷത്തെ ശുശ്രൂഷകളിൽ തന്നെ കർത്താവ് പഠിപ്പിച്ചതും തൻ്റെ വിജയങ്ങളും തൻ്റെ പരാജയങ്ങളും ഇങ്ങനെ ആകണം, ഇങ്ങനെ ആകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എഴുത്താണ് തീമോഥെയോസിന് എഴുതുന്ന ഈ എഴുത്ത്. അതിനകത്ത് അവസാനം പറയുന്ന വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. പൗലോസിൻ്റെ ഈ വാക്കുകൾ പല ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കാണാൻ പറ്റുമെങ്കിലും തീമോഥെയോസിന് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 4:5 കാണാൻ കഴിയും. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെട്ടു, എൻ്റെ നിര്യാണകാലം അടുത്തു. നിര്യാണകാലം അടുത്തു എന്ന് പറയുന്നത് അത്രയും ക്ലോസായ ഒരാളടുത്താണ് അങ്ങനെ ഒരു ദൂത് പറയുന്നത്. ഒരു കൈമാറ്റത്തിൻ്റെ അവകാശിയുടെ അടുക്കലാണ് ഇങ്ങനെയുള്ള ദൂതുകളൊക്കെ, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്. താൻ കൊണ്ടുവന്ന സുവിശേഷത്തിൻ്റെ വാക്കുകൾ അടുത്തൊരാളെ ഏൽപ്പിക്കാൻ വളരെ സമർത്ഥനായൊരു മനുഷ്യനാണ് തീമോഥെയോസ് എന്ന് പൗലോസ് കണ്ടെത്തി. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന വാക്കുണ്ട്, ഫരമേൽപ്പിക്കുക എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫരമേൽപ്പിക്കുക. ഈ സുവിശേഷം ചിലരെ ദൈവം ഫരമേൽപ്പിക്കും, എല്ലാവരെയും ദൈവം ഇതിന് ഭരമേൽപ്പിക്കത്തില്ല. ചിലരോട് ദൈവത്തിനൊരു കൃപ തോന്നി, കരുണ തോന്നി, ഇത് ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് കണ്ട് ദൈവം ചിലരെ ഫരമേൽപ്പിക്കും. കൃപയാൽ നമുക്ക് ദൈവം ഒരു അവസരം തന്നു, നമ്മളെയും ദൈവം ഇതൊക്കെ ഫരമേൽപ്പിച്ചു. ഇതൊരു മഹാ ശുശ്രൂഷയാണ്. ഈ ലോകത്തിൽ ഒരു ഡോക്ടറിനേക്കാൾ, ഒരു പോലീസിനേക്കാൾ, ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാൾ ഏറ്റവും പദവിയുള്ള, ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യമാണ് സുവിശേഷത്തിൻ്റെ വക്താവായി മാറുക, സുവിശേഷം പറയുക. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും സുവിശേഷം പറയുന്നത് ഒരനുഗ്രഹമാണ്. അതെല്ലാവർക്കും അതിനുള്ള ഭാഗ്യമില്ല. എല്ലാവരും പറഞ്ഞാലും അത് ശരിയാകത്തുമില്ല. അപ്പോൾ നിങ്ങളുടെ അകത്ത് ഈ മിനിസ്ട്രിയെ, ഈ ശുശ്രൂഷകളെയൊക്കെ ദൈവം ഇങ്ങനെ ആക്കി വെച്ചത് നിങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവം നമ്മളെ ഫരമേൽപ്പിച്ചതാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് ഫരമേൽപ്പിച്ചുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാത്മാവ് എന്തെങ്കിലും തന്നവർ, ഏൽപ്പിച്ചവരുണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറയാമോ? ഇന്ന് ദേശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണി ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുക. ഇത് പറയാൻ അനേകം പേർ ഈ പട്ടണത്തിലുണ്ട്, ഈ രാജ്യത്തുണ്ട്. പക്ഷേ
ദൈവം ഒരു കൂട്ടത്തെ മാറ്റി നിർത്തി ഇതിൻ്റെ വക്താവാക്കി ഇന്ന് രാത്രി നിർത്തിയിരിക്കുക. ഇത് പറയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത് വിശ്വസിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞാൻ അതൂതിലേക്കൊന്ന് കയറുകയാണ്. ആമേൻ. പൗലോസ് പറയുകയാണ്, ആമേൻ, ഞാൻ പാനീയാഗമായി എൻ്റെ നിര്യാണകാലം അടുത്തു. അതിനർത്ഥം നീ ഇച്ചിരി കൂടെ ശക്തിപ്പെടണം, നീ ഇച്ചിരി കൂടെ കൃപയിൽ ശക്തിപ്പെടണമെന്ന് ആമേൻ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പറയുന്ന കൃപയിൽ ശക്തിപ്പെടണം. ഇച്ചിരി കൂടെ ആത്മീക ആവേശം കാണിക്കണം, ആത്മാവിൽ എരിവുള്ളവനായി മാറണം. ആമേൻ. ഞാൻ നിർത്തിയത്, ഞാൻ അവസാനിപ്പിച്ചത്, ആമേൻ, ഇനി നീ ശക്തിയോടെ ചെയ്യണമെന്നുള്ളൊരു ധ്വനി ഈ വാക്കിനകത്തെല്ലാം ഉണ്ട്. അടുത്തൊരു വാക്ക് കൂടെ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ പോകാം. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം, ആ വാക്യം അറിയാവുന്നവർ പറഞ്ഞ്, എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് മരിക്കുന്ന തൻ്റെ മരണസമയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പ്രത്യാശയോടെ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഓട്ടം തികച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നന്നായി പറഞ്ഞേ, ഓട്ടം തികച്ചു. ഇന്ന് ഈ ദേശത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു പൂർത്തീകരണത്തിൻ്റെ വാക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു ദൈവ പൈതലിന് മാത്രമേ മരണത്തെ പേടിക്കാതെ, ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആമേൻ, ഈ 1 മിനിറ്റിനകം നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് പറഞ്ഞാൽ, ആമേൻ, ബൈബിൾ വിശ്വസിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ മരണത്തെ തൻ്റെ ഇടത്തോടെ ചിരിച്ച് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ബൈബിൾ മരണത്തിനെ വിളിക്കുന്നത്, ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ. മരണത്തെ പുച്ഛത്തോടെ കാണുന്ന, മരണത്തെ ആമേൻ, നമ്മളെല്ലാവരും ഈ മരണത്തെ ഭയങ്കരമായിട്ട് ഭയപ്പെടുമ്പോൾ, ഒരു സുവിശേഷകൻ മരണത്തെ ഭയപ്പെടേണ്ടെന്ന്. ആമേൻ. ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു ദൈവദാസനെ ആമേൻ ശുശ്രൂഷകളിൽ ആമേൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വെടിയേറ്റ് കൊലപ്പെടുത്തിയ വാർത്ത നമുക്കറിയാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു വാക്കും കൂടെ ഇതിനോട് ചേർത്ത് വെക്കുക, ഒരിക്കലും ദൈവത്തിന് എതിരൊന്നുമല്ല പിശാച്. ആമേൻ. പിശാച് ദൈവത്തിൻ്റെ എതിരാളിയുമല്ല. ആമേൻ. ആ യുദ്ധമെല്ലാം 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവൻ അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കി. ഇന്ന് ശക്തിയില്ലാത്തവനാണ് പിശാച്, ഇന്ന് ആയുധമില്ലാത്തവനാണ് പിശാച്. കേൾക്കുന്നവർ ആമേൻ പറയണം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒടുക്കത്തെ മരണത്തിൻ്റെ ശക്തിയെ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ഇല്ലാതാക്കി. ആമേൻ. ആ വാക്കിനോടാണ് പറയുന്നത്, മരണമേ, നിൻ്റെ ശക്തി എവിടെ? മരണത്തെ ചിരിച്ചുകൊണ്ട് നേരിടാൻ ആമേൻ പ്രേരിപ്പിച്ച ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. എത്ര പേർക്ക് ഒരു സ്തോത്രം പറയാൻ കഴിയും? മറ്റെല്ലാം മരണത്തെ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ, ആമേൻ, മരണത്തിന് ശക്തിയില്ല എന്നും മരണത്തിന് അധികാരമില്ല എന്നും ഈ സുവിശേഷം നമ്മളോട് വിളിച്ചു പറയുകയാണ്. ആമേൻ. എന്താണ് മരണത്തിന് ശക്തിയില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം ആമേൻ, മരണം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചിതയിലോ ഏതെങ്കിലും ഒരു ഖബറിലോ ഏതെങ്കിലും ഒരു ആമേൻ സെമിത്തേരിയിലോ ഞങ്ങൾ അവസാനിച്ചാലും, ആമേൻ, ആമേൻ, 24 മണിക്കൂറിനകം ഈ ശരീരം പൊട്ടിപ്പൊളിഞ്ഞ് അളിഞ്ഞു പോയാലും, ആമേൻ, കണ്ണടച്ച് തുറക്കുന്നത് പോലെ, ആമേൻ, ഒരു രാത്രിയിൽ ഉറങ്ങി ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നത് പോലെ ഒരു നിത്യതയുടെ പ്രകാശനമുണ്ട്. മരണത്തിനപ്പുറത്ത് ഇതിലും സന്തോഷമായി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് സുവിശേഷം നമുക്കും നിങ്ങൾക്കും എനിക്കും തരുന്ന പ്രത്യാശ. കൈകൾ ഉയർത്തി കേട്ടവരൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ മരണത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആമേൻ ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന, ആമേൻ എല്ലാവരും തോറ്റുപോകുന്ന ഡോക്ടറും ആമേൻ വക്കീലും മെഡിക്കൽ സയൻസും ഗവൺമെൻറ്റും ആമേൻ എത്ര പൈസയുള്ളവരും പൈസ ഇല്ലാത്തവനും എല്ലാവരും പേടിച്ചു പോകുന്ന, നമ്മുടെ കൊച്ചുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ തുല്ലിടുന്ന ഒരേ ഒരു മേഖലയുണ്ടെങ്കിൽ
അമേൻ മരണമാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പ് അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ദൈവദാസൻ അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഡോക്ടർ പറഞ്ഞു ഇനി അധികം സമയമില്ല. പക്ഷേ എങ്കിലും ആ സഹോദരി പ്രത്യാശയോടെ ചിരിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റൽ കിടക്കയിലായിരിക്കും. എന്താണ് കാരണം? ഒരു പ്രത്യാശയുണ്ട്. ഈ ലോകം ലോകത്തിനകത്ത് ഈ ശരീരം അതിൻ്റെ ആയുസ് ഏറിയായാൽ 80-90, അല്ലെങ്കിൽ അത് എത്ര ആയാലും അത് അവസാനിച്ചാലും മറ്റടുത്തൊരു പുതുജീവനുണ്ട്. ഞങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ, മരണത്തെ ജയിച്ചവൻ്റെ അടുക്കൽ അവൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് ഒരു സീറ്റ് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സുവിശേഷം നമുക്ക് തരുന്ന പ്രത്യാശ. കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിക്കാമോ? കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിക്കാമോ? ഒരു പാട്ടിൻ്റെ വായിലേക്ക് വരികയാണ്. ഓ പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞ് പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ. കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ. കൈകളൊന്ന് ചേർത്തടിച്ച് പാടാമോ? ജയമേ വീടേ. കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. കയ്യൊന്ന് ഉയർത്തിയൊന്ന് പിടിച്ച് ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാം സേനയിൻ വീരനാം അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനാം സേനയിൻ വീരനാം അഭയം ദാനവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോടെ ജയമേ വീടേ. കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. കടന്നു പോയി. കുഞ്ഞാട്ടിൻ നീണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. കൈകളൊന്ന് ഉയർത്തിയ രാമയം പറഞ്ഞാട്ടെ. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ മരണത്തിൻ്റെ ശക്തി മാറിയത് അനുഭവിച്ചിട്ടുള്ളവർ കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞു. ആമേൻ. നമ്മുടെ വീടുകളിൽ നിന്ന് മരണം മാറി. ഏതാണ് മരണം? ഞാൻ ഈ പറയുന്ന ഏതാണ് ഈ മരണം? പാപമെന്ന് പറയുന്ന മരണത്തിൻ്റെ ശക്തി. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്ക്, ഇപ്പോൾ സുവിശേഷം കൊണ്ട് മരണം നീക്കി. എല്ലാവരും പറഞ്ഞേ, സുവിശേഷം കൊണ്ട് മരണം നീക്കി. പറഞ്ഞേ, സുവിശേഷം കൊണ്ട്. ഒന്ന് വായികൾ തുറന്ന് പറഞ്ഞേ, സുവിശേഷം കൊണ്ട് മരണം നീക്കി. അപ്പോൾ സുവിശേഷം എന്താ നീക്കുന്നത്? മരണത്തെ. ഏത് മരണത്തെ? പാപമെന്ന് പറയുന്ന ഒടുക്കത്തെ ശത്രുവായ മരണത്തെ നീക്കി. ഒരാമയും പറയണം. അപ്പോൾ നമ്മളിൽ നിന്ന് ആ പാപത്തിൻ്റെ, മരണത്തിൻ്റെ ശക്തിയെ യേശു കർത്താവ് മാറ്റിക്കളഞ്ഞു, നീക്കി. എല്ലാവരും പറഞ്ഞേ, നീക്കി, നീക്കി. പറഞ്ഞേ, ക്രൂശ് മരണത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നീങ്ങിപ്പോയി. ഒത്തിരി കാര്യങ്ങൾ, കണ്ടതും കാണാത്തതും ചിന്തിച്ചതും എഴുതിയതും എഴുതാത്തതുമായ ആയിരക്കണക്കിന് വിടുതലുകൾ, 10,000കണക്കിന് വിടുതലുകൾ
ഒറ്റൊരാളുടെ മരണത്തിലൂടെ സംഭവിച്ചു. നമ്മുടെയൊക്കെ ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ നടക്കുന്നത് ഒരു ടാർപ്പ, ഒരു ഇഡലി, ഒരു പൊതി, ഒരു കഞ്ഞി, കുറച്ച് നാൾ ദുഃഖം, കുറച്ച് പോസ്റ്റിനകത്ത് പോസ്റ്ററുകൾ. പക്ഷേ അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ മരണത്തിൽ അങ്ങനെയുള്ള കാര്യമല്ല നടന്നത്. ആമേൻ. ആദം തൊട്ട്, ഇവിടെ ലോറിയുടെ പേര് ഞാൻ വന്ന് നോക്കിയപ്പോൾ ലോറിയുടെ പേര് ആദം എന്നാണ്. ആദം തൊട്ട് ആമേൻ കാൽവറി ക്രൂശ് വരെയുള്ള മുഴുവൻ മാനവരാശിയും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ശക്തി ആ ക്രൂശ് മരണം കൊണ്ട് നീക്കിക്കളഞ്ഞു. ഒരാമയും പറഞ്ഞാട്ടെ. വന്നവൻ്റെയും ചെയ്തവൻ്റെയും വരുന്നവൻ്റെയും വരാനുള്ളവൻ്റെയും ആമേൻ ഇനി ജനിക്കാൻ പോകുന്നവൻ്റെയും പാപത്തെ ക്രൂശ് മരണം നീക്കിക്കളഞ്ഞു. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. എന്താണ് നീക്കിയത്? മരണത്തെ നീക്കി. മരണമെന്ന് ഞാൻ ഒറ്റ വാക്ക് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ആയിരക്കണക്കിന് കാര്യങ്ങൾ. ഒരു വ്യക്തിക്കോ ഒരു മതത്തിനോ ഒരു ആചാരങ്ങൾക്കോ ഒരു കർമ്മങ്ങൾക്കോ ഒരു വ്യവസ്ഥയ്ക്കോ ഒരു നിയമങ്ങൾക്കോ ഒരു ഗവൺമെൻറ്റിനോ മാറ്റാൻ കഴിയാത്തതെല്ലാം കാൽവറി ക്രൂശിലെ മരണത്തിൽ നീങ്ങിപ്പോയിട്ടുണ്ട്. കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. ആമേൻ. ആ ഒറ്റ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആമേൻ സ്നേഹിത, ആമേൻ സഹോദര, ആമേൻ സഹോദരി, എനിക്കും നിനക്കും പരിഹരിക്കാൻ കഴിയാത്ത മുഴുവനും യേശു കർത്താവ് ആ കാൽവറി ക്രൂശിൽ നീക്കിക്കളഞ്ഞു. ആമേൻ. ചില കാര്യങ്ങൾ പഞ്ചായത്തിൽ പോയാൽ പരിഹരിക്കപ്പെടും, ചില കാര്യം ഹോസ്പിറ്റലിൽ പോയാൽ പരിഹരിക്കപ്പെടും. പക്ഷെ എങ്കിലും പരിഹരിക്കപ്പെടാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് കാൽവറി ക്രൂശിലെ യേശു കർത്താവിൻ്റെ ആമേൻ മരണമാണ്. ആ മരണത്തിലൂടെ സകലതും നീങ്ങിപ്പോയി. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇപ്പോൾ മരണം നീങ്ങി. ഇനി മരണം നീങ്ങി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ നിത്യജീവന് എതിരായത്, തടസ്സമായത്, ആമേൻ എൻ്റെ ആത്മീക ചലനങ്ങൾക്ക് വിരോധമായി നിന്നതെല്ലാം നീങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. കൈകൾ ഉയർത്തി പറഞ്ഞേ, മരണം നീങ്ങി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, മരണം നീങ്ങി. നന്നായിട്ട് പറഞ്ഞാട്ടെ, മരണം നീങ്ങി. വായികൾ തുറന്ന് പറഞ്ഞേ, എൻ്റെ ആത്മീക, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലുമായുള്ള എല്ലാ ആത്മീക അനുഗ്രഹങ്ങൾക്കും തടസ്സമായി നിന്നതെല്ലാം കാൽവറി ക്രൂശ് നീക്കിക്കളഞ്ഞു. ഞാൻ എപ്പോഴും ഈ ഭാഗങ്ങൾ പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്. യേശുവിന് എത്ര ആണി അടിച്ചാണ് അവനെ ക്രൂശിച്ചത്? എത്ര ആണി അടിച്ചു? ഉറപ്പാണോ? ആണോ? ഓക്കെ. അത്രയും ആണി, 3 ആണി എൻ്റെ ജീവിതം മാറ്റിക്കളഞ്ഞു. ഒരാമയും പറഞ്ഞാട്ടെ. ആ 3 ആണി എൻ്റെ ജീവിതം മാറ്റി. ആ ആണി തുറച്ച് കയറിയ കാരണത്താൽ ആ ശരീരത്തിൽ നിന്ന് വന്ന രക്തം എൻ്റെ സകല പാപത്തെയും നീക്കിക്കളഞ്ഞു, എൻ്റെ സകല ശാപത്തെ മാറ്റിക്കളഞ്ഞു. ആ ക്രൂശിൽ കിടന്നയാൾ ആമേൻ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അദ്ദേഹം മരിച്ചതുകൊണ്ട് ആമേൻ ഈ ലോകത്തിലെ പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ കാൽവറി ക്രൂശിലെ മരണം തീമോഥെയോസിന് എഴുതിയ എഴുത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ആ സുവിശേഷം നമ്മുടെ മരണത്തെ നീക്കി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആ സുവിശേഷം നമ്മുടെ മരണത്തെ നീക്കിയ. തലയിലോട്ട് കൈവച്ച് പറഞ്ഞേ, സുവിശേഷം മരണത്തെ നീക്കി. വായികൾ തുറന്ന് പറഞ്ഞേ, സുവിശേഷം മരണത്തെ നീക്കി. എന്നെ കേൾക്കുന്നവർ ആ വീടിനകത്തിരുന്ന്, ആ സിറ്റൗട്ടിനകത്തിരുന്ന്, ആ കാർ പോർച്ചിലിരുന്ന്, റോഡിൽ നിന്ന് പറഞ്ഞ സുവിശേഷം മരണത്തെ പൂരിപ്പിച്ചേ നീക്കി. ശാന്തമായി പറഞ്ഞേ, സുവിശേഷം
ഞാനിത് ശാന്തമായി പറയുമ്പോഴും വലിയ വിടുതലുകൾ ഈ പന്തലിൽ സംഭവിക്കുന്നുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ ലൈഫിനകത്ത് അത് സംഭവിക്കുന്നുണ്ട്. സുവിശേഷം എന്താണ് ചെയ്തത്? മരണം നീക്കി. മരണം എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ശത്രു. ആമേൻ. എല്ലാ മനുഷ്യൻ്റെയും ഒടുക്കത്തെ ശത്രു എന്ന് പറയുന്നത് മരണമാണ്. ഇനി മുഖ്യമന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ആമേൻ, പാസ്റ്ററാണെങ്കിലും പാതിരിയാണെങ്കിലും പ്രവാചകനാണെങ്കിലും അപ്പോസ്തലനാണെങ്കിലും അച്ഛനാണെങ്കിലും ആമേൻ ആമേൻ, ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ആമേൻ, മരണം വന്നേ പറ്റത്തുള്ളൂ, സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതുവഴി കടന്നു പോകേണ്ട ആളാണ്. പക്ഷേ ആ മരണമെന്ന് പറയുന്ന ശത്രു, നിത്യമായ മരണത്തിൻ്റെ ശത്രുവിനെ കാൽവറി ക്രൂശിൽ നീക്കിക്കളഞ്ഞു. എന്നിട്ട് സുവിശേഷം എന്ന് പറഞ്ഞു, ഈ മരണത്തിനപ്പുറത്തും എന്തുണ്ട്? ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്കുള്ള വാതിൽ ദൈവം നമുക്ക് തുറന്നു തന്നു. പറഞ്ഞ് വാ തുറന്ന് പറഞ്ഞ് മരണം നീക്കി. മരണം നീക്കി എന്ന് പറയുമ്പോൾ, ഒറ്റ വാക്ക് പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഡയറിക്കകത്തോ എനിക്ക് പ്രസംഗിക്കാനോ കഴിയാത്ത രീതിയിൽ ആയിരക്കണക്കിന് മർമ്മങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രത്യാശയോടെ വാ തുറന്നെന്ന് പറഞ്ഞ് മരണം നീക്കി പറഞ്ഞ് തലയിലോട്ടത് കൈവച്ച് പറഞ്ഞ്. നമുക്ക് ഈ വാക്ക് പറയുമ്പോൾ എൻ്റെ അറിവും എൻ്റെ ജ്ഞാനവും പരിമിതമാണ്. ഇത് പ്രസംഗിച്ച് പറയാനും എനിക്കറിഞ്ഞൂടാ. എങ്കിലും എൻ്റെ അറിവിൽ നിന്ന് പറയാം, ഈ വാക്ക് പറയുമ്പോൾ വർഷങ്ങളായി നമ്മൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന പല കുരുക്കുകളും യേശു കർത്താവിൻ്റെ രക്തത്താൽ നമുക്കതിനകത്ത് വിടുതലുണ്ട്. ഇന്ന് ഞാനിത് പറയുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ചിലപ്പോൾ നിങ്ങൾ ആ വീടിൻ്റെ അമേൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നെ കേൾക്കുമായിരിക്കും. അമേൻ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ വാ തുറന്ന് പറഞ്ഞ സുവിശേഷം മരണത്തെ നീക്കും. സുവിശേഷം മരണത്തെ നീക്കും. യേശുവിൻ്റെ മരണം എൻ്റെ മരണത്തെ നീക്കി. യേശുവിൻ്റെ രക്തം, ആ ശരീരം, ആ ക്രൂശ് മരണത്തിൻ്റെ ത്യാഗം എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. അവിടെ അവൻ വേദന അനുഭവിച്ചത് ഞാൻ അനുഗ്രഹിക്കപ്പെടാനാണ്. പറഞ്ഞേ, യേശുവിൻ്റെ മരണം എൻ്റെ മരണത്തെ നീക്കി. ഇത്രയും വാക്കൊന്ന് പറഞ്ഞേ, യേശുവിൻ്റെ മരണം എൻ്റെ മരണത്തെ നീക്കി. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ കാണുന്ന കാഴ്ച പറയാം. പലരും വിടുവിക്കപ്പെടുന്നു. ശാന്തമായി ഞാനത് പറയുമ്പോൾ പലരും അനുഗ്രഹിക്കപ്പെടുന്നു. നാളെ പ്രഭാതത്തിൽ നീ പോലും അറിയാത്തൊരു സന്തോഷം നിൻ്റെ വീടിനകത്ത് ഇന്ന് രാത്രി ഉണ്ടാകുമെന്ന് ഞാൻ പ്രവചിച്ചാൽ എത്ര പേർക്ക് ആ കരം ഒന്ന് ചേർത്തടിച്ച് 1 മിനിറ്റ് ദൈവത്തിനൊരു ആരാധന കൊടുക്കാൻ കഴിയും? ഈ ദേശത്ത് വ്യാപരിക്കുന്ന മരണം നീങ്ങട്ടെ. നാളെ 7 മണിക്ക് 6:30 സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇരുണ്ട ഈ ദേശം വെളിച്ചത്തിലേക്ക് കയറുന്നത് പോലെ ആമേൻ, ചില വീടിനകത്ത് മരണം മാറട്ടെ. കൈയൊന്ന് അടിച്ച് 1 മിനിറ്റ് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. മരണം മാറി, മരണം മാറി. കൈകൾ ഉയർത്തി പറഞ്ഞ് മരണം നീങ്ങി. ആമേൻ. പറയുകയാണ്, പൗലോസ് പറയുകയാണ്, സുവിശേഷം മരണത്തെ നീക്കി. പൗലോസിൻ്റെ 1-2 വാക്കുകളോടെ ഞാനത് പറയാം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളോടുള്ള പ്രവചന ശബ്ദങ്ങളിലേക്ക് ഞാൻ സഞ്ചരിക്കാം. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന പൗലോസ് പറയുന്ന വാക്ക്, ആമേൻ, അതിനകത്ത് പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: മരണത്തെ പേടിക്കാതെ. ആമേൻ. പൗലോസ് പറയുന്ന വാക്കുണ്ട്, വിട്ട് പിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആ വാക്കൊന്ന് കേട്ടൊരു സ്തോത്രം പറഞ്ഞ് സൂക്ഷിച്ചേ പറയാവുള്ളൂ. വിട്ട് പിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ഒന്നുകൂടെ പറഞ്ഞേ, വിട്ട് പിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത്. ഇത് പറയുമ്പോൾ നാളെ റബ്ബർ തോട്ടം വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല. ആമേൻ. 2 നില വീട് സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് ഇത് പറയാൻ കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞിടയിൽ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ എന്തോ ചെയ്യൂടാ? അച്ഛാ, അങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്, എൻ്റെ കല്യാണവും കൂടെ കഴിഞ്ഞിട്ട് കർത്താവ് വന്നാൽ മതി. ആമേൻ. ഒരമ്മച്ചി എടുത്ത് ഇന്നാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, എനിക്ക് വേറെ ഒരു ആഗ്രഹവും ഇല്ല പാസ്റ്ററെ,
എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് മതി കർത്താവ് വരാൻ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും. ആ അമ്മച്ചി അടുത്തിടെ കണ്ടപ്പോൾ കൊച്ചിൻ്റെ കൊച്ചുമായി. അമ്മച്ചി ഇപ്പം പറയുന്നത് ആ കൊച്ചിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് മതി, അമേൻ, കർത്താവ് വരാൻ. ഓക്കെ, അമേൻ. ഈ ലോകത്തിലെ സ്വപ്നങ്ങൾ താലോലിച്ചു കൊണ്ട് കിടക്കുന്ന ഒരാൾക്കൊരിക്കലും ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി പറയാൻ പറ്റത്തില്ല. കാരണം അകത്തൊരു കുത്തലുണ്ടാകും. കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. ആമേൻ. പൗലോസ് പറയുക, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടം. അതിന് മുമ്പിൽ ചേർത്ത് വെച്ച വാക്ക് ഏറെ ഇഷ്ടം. എല്ലാവരും പറഞ്ഞേ, നിങ്ങൾക്കെന്താ ഏറെ ഇഷ്ടം? പ്രിയരെ, ഏറെ ഇഷ്ടം എന്താ? ഇവിടെ ഇരിക്കുന്ന പന്തലിനകത്തിരിക്കുന്നവർ പറഞ്ഞ്. ചിലർക്ക് ഏറെ ഇഷ്ടം ബിരിയാണി കഴിക്കുന്നതാണ്, ചിലർക്ക് ഏറെ ഇഷ്ടം KFC കഴിക്കുന്നതാണ്, ചിലർക്കേറെ ഇഷ്ടം ടൂറ് പോകുന്നതാണ്, ചിലർക്കേറെ ഇഷ്ടം മദ്യപിക്കുന്നതാണ്, ചിലർക്കേറെ ഇഷ്ടം പ്രസംഗിക്കുന്നതാണ്, ചിലർക്കേറെ ഇഷ്ടം പ്രാർത്ഥിക്കുന്നതാണ്, ചിലർക്ക് ഏറെ ഇഷ്ടം പാട്ടുപാടുന്നതാണ്. പൗലോസിൻ്റെ ഏറെ ഇഷ്ടം എന്തോന്നറിയാമോ? വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നു. ആ മനുഷ്യൻ്റെ ആ വെളിപ്പാട് ഒന്ന് പറഞ്ഞേ, വിട്ടുപിരിഞ്ഞ്. ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്. ഒരു വരി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, നിന്നോട് ചേരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നേ. കൈകളൊന്ന് ഉയർത്തി എന്ന് പറഞ്ഞേ, വാഞ്ചിക്കുന്നേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചില കുഞ്ഞുങ്ങളുടെ മേൽ മോളെ സ്പെക്സ് നിൻ്റെ മേൽ കർത്താവ് അത് പകരുന്നുണ്ട്. കൈകൾ ഉയർത്തി എന്ന് പറഞ്ഞ് ഏറെ ഇഷ്ടം. സുവിശേഷം നമ്മുടെ ഇഷ്ടത്തെ മാറ്റും. ഒരാമയം പറഞ്ഞുണ്ട്, സുവിശേഷം നമ്മുടെ ഇഷ്ടത്തെ മാറ്റും. സുവിശേഷം നമ്മുടെ രീതികളെ മാറ്റും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പ്രസംഗിച്ചിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വായിലോട്ട് കൈവച്ച്, ചുണ്ടിലോട്ട് കൈവച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം? സുവിശേഷം നിൻ്റെ ഇഷ്ടത്തെ മാറ്റിക്കളയും. ഒരാമയും പറഞ്ഞോണം. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിനടുത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു തികഞ്ഞ മദ്യപാനിയായൊരു സഹോദരൻ, അദ്ദേഹത്തിന് മദ്യപാനം നിർത്താൻ വളരെ കൊതിയുണ്ട്. ഈ സീനിയറായ എല്ലാ മദ്യപാനികൾക്കും, തുടക്കക്കാർക്കല്ല, സീനിയറായ എല്ലാ മദ്യപാനികൾക്കും ഇതിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റത്തില്ല, അവർക്ക് സാധിക്കത്തില്ല. രാവിലെ മദ്യപിക്കത്തില്ല എന്ന് തീരുമാനിച്ച് ജോലിക്ക് പോയാലും വൈകുന്നേരം ജോലി കഴിയുമ്പോൾ മദ്യപിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതവരുടെ തെറ്റല്ല, അവരതിനകത്ത് അറിയാതെ അവരുടെ ശരീരം ഇഷ്ടപ്പെട്ടു പോയി. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിറ്റേ വർഷം ആ കോട്ടയത്ത് വെച്ച് ആ സഹോദരനെ വീണ്ടും അടുത്ത കൺവെൻഷന് കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇപ്പം ഞാൻ മദ്യപിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ കൂടെ ശുശ്രൂഷിക്കുക, ഒരു നല്ലൊരു അഭിഷക്തനായി വളർന്നു. സുവിശേഷം നിൻ്റെ ഇഷ്ടത്തെ മാറ്റും. സുവിശേഷം നിൻ്റെ താല്പര്യങ്ങളെ മാറ്റും. ഒരാമയും പറയുക. ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൗൺസിലിങ്ങും പല അഡിഷൻ സെൻറ്ററിലൊക്കെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് 9 മണിയാകുമ്പോൾ നിർത്തുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിലോ ഇവിടെ എവിടെയെങ്കിലും വന്ന് നിന്നാൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി മേല നിനക്ക് മദ്യപിക്കാൻ പറ്റത്തില്ല, ഇനി മേല നിനക്ക് ആ പാപത്തിൽ തുടരാൻ കഴിയത്തില്ല. അകത്തൊരു കൊതിയുണ്ടെങ്കിൽ, എനിക്കിനി മദ്യപാനം, തലയിൽ കൈവച്ച്, ഭാര്യയുടെ തലയിൽ കൈവച്ച് പല പ്രാവശ്യം കൈവച്ച് പറഞ്ഞു, സത്യം ചെയ്തു, ഇനി മദ്യപിക്കത്തില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തെ മാറ്റിക്കളയും സുവിശേഷം. ഒരാമയും പറയണം. എന്താണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ദേശത്തിലെ പലരുടെയും ഇഷ്ടങ്ങളെ മാറ്റാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അതിന് നിങ്ങൾ പൈസയൊന്നും തരണ്ട, ഒറ്റ സമ്മതം മതി. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ മരണത്തെ,
ആ മരണശക്തിയെ ഇന്ന് രാത്രി ദൈവാത്മാവ് നീക്കിക്കളയും. ഒരാമയും പറയണം. അമ്മേൻ, എൻ്റെ ഒരനുഭവം കൂടെ ഞാനൊന്ന് ചേർത്ത് വെക്കുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിലെ അമ്മേൻ, എൻ്റെ മാതാവ് ചർച്ചിലേക്ക് എല്ലാ പ്രാർത്ഥനയ്ക്കും എന്നെ വിളിച്ചുകൊണ്ട് പോകും. എല്ലാ പ്രാർത്ഥനയ്ക്കും വിളിച്ചുകൊണ്ട്. എനിക്കാണെങ്കിൽ അമ്മേൻ, എൻ്റെ യൗവന സമയമല്ലേ, കുഞ്ഞു പ്രായമല്ലേ. അമ്മേൻ, എല്ലാ ദിവസവും സഭയിൽ, ചർച്ചിൽ, പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്. ആകപ്പാടെ ഓണത്തിന് 10 ദിവസം അവധി കിട്ടുമ്പോൾ അമ്മ വിളിച്ചുകൊണ്ടു, നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടു. ഞാനിതേ കണക്ക് വഴക്കുണ്ടാക്കി, അടിയുണ്ടാക്കി, എന്നെ അടിച്ചും പിടിച്ചൊക്കെ വഴക്ക് പറഞ്ഞു. ചോറ് തരത്തില്ല, ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാൽ ഞാൻ തിരിച്ചു വന്നാൽ നിന്നെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ പേടിച്ച് പള്ളിയിൽ പോയിരിക്കും. അവിടെ പറയുന്ന ഒന്നും കേൾക്കാതെ അശ്രദ്ധനായിട്ടിരിക്കും. പക്ഷേ ഒരു സമയമായപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ ശക്തി എന്നെ തൊട്ടപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ 13-ലധികം വർഷം എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികം സമയം ഈ സുവിശേഷം മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരാമേൻ പറയണം. ഇതിനകത്ത് ഒരു മീൻ വെള്ളത്തിൽ ജീവിക്കുന്നത് പോലെ ഈ സുവിശേഷം സ്നേഹിക്കാനും, സുവിശേഷ പള്ളി ആരാധന, പ്രാർത്ഥന, പാട്ട്, പ്രസംഗം, പ്രാർത്ഥന, ദൈവസ്നേഹം, ദൈവസാന്നിധ്യത്തിന് വേണ്ടിയുള്ള കൊതി, എൻ്റെ ആ യൗവനത്തിലെ ഇഷ്ടം മാറ്റിക്കളഞ്ഞു. ഇന്ന് ഞാനിത് പറയുമ്പോൾ ചിലരുടെ ഇഷ്ടം മാറും. ഒരാമേൻ പറയണം. തലയിലോട്ടൊന്ന് കൈവച്ച് പറ, കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ സ്വയ താല്പര്യങ്ങൾ മാറട്ടെ, ഞങ്ങളുടെ മാനസികമായ ആഗ്രഹങ്ങൾ മാറിപ്പോകട്ടെ. തലയിലോട്ട് കൈവച്ച് പറഞ്ഞു. ഇന്നിവിടെ ഇരിക്കുന്ന പലരും അത് പറയുന്നുണ്ട്. മാറാസ്മാതന, അഡിക്ഷനുകൾ, പാപസ്വഭാവങ്ങൾ, മ്ലേച്ഛതകൾ. ഏതൊരു വാക്ക് പറഞ്ഞാലും ഒരു സെൻറ്റൻസ് പറയുമ്പോൾ 10 പ്രാവശ്യം ചീത്ത പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തലയിലോട്ടൊന്ന് കൈവച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഇഷ്ടം മാറട്ടെ, ഞങ്ങളുടെ രീതികൾ മാറട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ ഇഷ്ടമാകട്ടെ. സുവിശേഷം ജീവിത സ്വഭാവങ്ങളെ മാറ്റും. ഇന്നത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സന്ദേശം ഞാൻ വരുന്ന വഴിക്ക് വാർത്താ സമ്മേളനത്തിൽ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2800 വർഷമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. 1800 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഒരു ഹൈന്ദവ പാർട്ടി നേതാവാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനിത്വത്തിന് വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റി. 2000 വർഷങ്ങൾ, 1800 വർഷം ആയി സുവിശേഷം ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയ മാറ്റം അത് സാധാരണമല്ല. ജീവിതങ്ങളെ മാറ്റിക്കളഞ്ഞു, വിദ്യാഭ്യാസ രീതികളെ മാറ്റിക്കളഞ്ഞു. വസ്ത്രമുടിപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് സുവിശേഷമാണ്. നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് സുവിശേഷമാണ്. നിങ്ങളെന്നെ കേൾക്കുന്നെങ്കിൽ അമേൻ സ്തോത്രം പറയും. നമ്മൾ വായിക്കുന്ന മലയാള ഭാഷകൾ, നമുക്ക് കിട്ടിയ പല അക്ഷരങ്ങൾ, നമുക്ക് കിട്ടിയ പല ലിപികൾ നമ്മളെ ചേർത്ത് വായിപ്പിക്കാനും പഠിപ്പിക്കാനും എഴുതിപ്പിക്കാനൊക്കെ കാരണമാക്കിയത് സുവിശേഷമാണ്. സുവിശേഷത്തെ ഒറ്റ വാക്കുകൊണ്ട് തള്ളിക്കളയരുത്. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറയണം. സുവിശേഷം ഭൗതിക മേഖലകളെ മാറ്റമുണ്ടാക്കും. അത് എൻ്റെ പ്രസംഗത്തിൻ്റെ ഒത്തിരി അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ സുവിശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മാറ്റം എനിക്കുണ്ടാക്കും. സുവിശേഷം എൻ്റെ ജീവിതത്തിനകത്ത് മരണം നീക്കും. അത് ഭൗതിക മരണങ്ങൾ മാറ്റും, ആത്മീക മരണങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റും. പറഞ്ഞേ, എല്ലാവരും വായികൾ തുറന്നേ, സുവിശേഷം മരണത്തെ നീക്കും. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞേ, സുവിശേഷം. ഇന്ന് ഞാനിത് പറഞ്ഞു നിർത്തുമ്പോൾ പാട പോലെ ശരീരത്തിനകത്തുള്ള ചില ആത്മാവ് ഈ സുവിശേഷ മഹായോഗം തീരുന്നതിന് മുമ്പ് ചിലർ സൗഖ്യമാകും. നിങ്ങളിങ്ങനെ തപ്പി നോക്കുമ്പോൾ ആ രോഗം നിൻ്റെ ശരീരത്ത് കാണത്തില്ല. എവിടെയോ ചില സൗഖ്യങ്ങളെ കർത്താവ് ആ രോഗം ഇങ്ങനെ കളർ വെച്ച് ബ്രൗൺ സ്കിന്നിനകത്ത് വെള്ള കളറിൽ കിടക്കുന്ന ചില പാടുകൾ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കും. ചില കിഡ്നി സംബന്ധമായ ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കും. ഇന്ന് രാത്രി നിൻ്റെ സൗഖ്യത്തെ കൊണ്ടുവരാൻ സുവിശേഷത്തിന് പറ്റും. കൈകൾ ഉയർത്തി പറഞ്ഞേ, വിട്ട് പിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം.
പൗലോസ് പറയുന്ന വാക്കാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. അത് ഞാനത് ആഗ്രഹിക്കുന്നു. പക്ഷേ അടുത്ത വാക്ക് പറയുന്ന വാക്കും കൂടെ നിങ്ങൾ വിട്ടുപോകരുത്. പക്ഷേ എൻ്റെ വേലയ്ക്ക് പ്രയോജനമെങ്കിൽ ഞാനിവിടെ കാണും. ഒന്നുകൂടെ കേട്ടില്ല. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ അടുത്ത വാക്ക് പൗലോസ് പറഞ്ഞത്, വേലയ്ക്ക് പ്രയോജനമെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എനിക്കിഷ്ടം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ആ വാക്ക് എൻ്റേതായ രീതിയിൽ അങ്ങ് പറയുക. ആ വാക്യത്തെ മനസ്സിലാക്കുന്ന ഭാഷയിൽ അങ്ങ് പറയുക. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്ന എനിക്ക് എന്തുവാ? എനിക്കിന്ന് രാത്രി മരിക്കാൻ ഒരു പേടിയില്ല എന്നാണ് ഒരു അഭിഷക്തൻ സുവിശേഷകൻ പറയുന്നത്. പക്ഷേ അടുത്ത വാക്കിങ്ങനെയാണ്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ 100% ഉറപ്പാണ്. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നത് കർത്തൃവേലയ്ക്ക് പ്രയോജനമെങ്കിൽ ഞാൻ ഇവിടെ കാണും. ഒരു മരണത്തിനോ ഒരു രോഗത്തിനോ ഒരു ഇരുട്ടിൻ്റെ വ്യാപാരത്തിനോ വാക്തത്വമുള്ളവനെ തൊടാൻ കഴിയത്തില്ല. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറയണം. ഇത്രയും മരണത്തെ, വലിയ കാര്യത്തെ ഇത്രയും സിമ്പിളായി ഡീല് ചെയ്ത ഒറ്റ പുസ്തകം ഉണ്ടെങ്കിൽ അത് ബൈബിളാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വാക്കുകൾ കയറിപ്പോയത്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരുന്നാൽ എനിക്കത് ഏറെ ഇഷ്ടമാണ്. അവിടെ ഞാൻ കർത്താവിൻ്റെ മുഖം കണ്ട് ഞാൻ ആരാധിക്കും. പക്ഷേ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കേണ്ടത്, ഈ സ്ഥലത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നു, പള്ളിത്തറയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇവിടുത്തെ സുവിശേഷ വ്യാപ്തിക്ക്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ, മുമ്പേ കർത്താവിനെ വർഷിപ്പ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ, എത്ര മന്ത്രവാദി പേരെഴുതി വെച്ച് മന്ത്രവാദം ചെയ്താലും, എത്ര ആഭിചാരകൻ നിൻ്റെ പേരെഴുതി രാവിലെയും വൈകുന്നേരവും സൂര്യൻ ഉദിക്കുമ്പോഴും ശപിച്ചു പ്രാർത്ഥിച്ചാലും, രാത്രികളിൽ നിനക്കെതിരെ എഴുതി വച്ച് ആഭിചാരം ചെയ്താലും, നാട്ടുകാരും വീട്ടുകാരും ജനിപ്പിച്ച അപ്പനും നിൻ്റെ തലയ്ക്കെതിരെ പ്രാഗി ശപിച്ചാലും, നിന്നെക്കുറിച്ച് മരണം എഴുതി വെച്ച് കാത്തിരുന്നാലും ആ മരണം നിൻ്റെ വീട്ടിലേൽക്കത്തില്ല. കാരണം സുവിശേഷം മരണത്തെ തോൽപ്പിച്ചിരിക്കുകയാണ്. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞ് മരണം നീക്കുന്നതാണ് സുവിശേഷം. വായുകൾ തുറന്നു പറഞ്ഞേ, മരണം നീക്കുന്നതാണ് സുവിശേഷം. മരണത്തെ പേടിക്കാത്തതാണ് സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞേ, മരണം നീക്കുന്നതാണ് സുവിശേഷം, മരണത്തെ പേടിക്കാത്തതാണ് സുവിശേഷം. ഒരു മനുഷ്യൻ്റെ അകത്ത് മരണഭയമില്ലാതെ നിത്യതയെ കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകമാണ്. പൗലോസ് ആ മരണത്തെ ഡീൽ ചെയ്ത് കണ്ടോ, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടിയിരിക്കുന്ന എനിക്കേറെ ഇഷ്ടം. പക്ഷേ നിന്നെ ഓർക്കുമ്പോൾ, പള്ളിത്തറയിലെ ആളുകളെ ഓർക്കുമ്പോൾ, കേരളത്തിലെ മണ്ണിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർക്കുമ്പോൾ, ഇനിയും എനിക്കിവിടെ ജീവിച്ചേ മതിയാകത്തുള്ളൂ. അർത്ഥം, മരണം ഇരിക്കുന്നത്, എന്തൊരു വാക്ക് പറഞ്ഞായിരുന്നു, ഞാനതങ്ങ് വിട്ടുപോയി. മരണമൊക്കെ എഴുതി വെക്കുന്നതിൻ്റെ പേരെന്തോ, ജാതകം. മരണം എഴുതി വെക്കുന്നത് നിൻ്റെ ജാതകത്തിനകത്തല്ല. കഴിഞ്ഞ ദിവസം മഹാനായ നമ്മുടെ സിനിമാ നടനായ മധുസാറാന്ന് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ തമാശയ്ക്ക് ഒറിജിനലാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഒത്തിരി മീഡിയയിലൊക്കെ വാർത്ത, അദ്ദേഹം കുറിപ്പ് വന്നു, 75-ാമത്തെ വയസ്സിൽ തട്ടിപ്പോകുമെന്ന് ജ്യോതി ജാതകം എഴുതിയത്. ഇന്നലെ പത്രങ്ങളിലൊക്കെ വാർത്തയായൊരു കാര്യമാണിത്. 75-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമെന്ന് എഴുതി വെച്ചു. അദ്ദേഹം അത് വിശ്വസിച്ചു. തമാശയാണെന്നും എനിക്കറിഞ്ഞൂടാ. ആ കണ്ട വാർത്ത അതേ കണക്ക് ഞാൻ നിങ്ങളോട് പറയും. അദ്ദേഹം കയ്യിലുള്ള പൈസയെല്ലാം അടിച്ച് പൊട്ടിച്ച് തീർത്തു, കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു. കാരണം എന്തോ, 75-ൽ മരിച്ചു പോകും. ഇപ്പം 80-ആയി, ഇപ്പം 90-ആയി, 90 വയസ്സായി. അദ്ദേഹം പറഞ്ഞു, ഇപ്പം കയ്യിലൊന്നും ഇല്ല എന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
ആമേൻ, ആമേൻ. അദ്ദേഹം അറിഞ്ഞില്ല 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന്. മരണം ഒരിക്കലും ആർക്കും എഴുതി വെക്കാൻ പറ്റത്തില്ല. ആമേൻ. മരണം ഇരിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലാണ്. ഇവിടെ കയറി വരാൻ പറഞ്ഞാൽ അതിനി എഴുതി വെച്ചാലും, ആമേൻ, നാളെ എഴുതി വെച്ചാലും നിൻ്റെ ആയുസ്സിനെ നീട്ടാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്, അത് യേശു കർത്താവാണ്. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറയണം. നിന്നെ വിളിച്ചാൽ, നീ എത്ര വലിയ ആണാണെങ്കിലും, എത്ര വലിയ പാസ്റ്ററാണെങ്കിലും, എത്ര വലിയ പ്രാസംഗികനാണെങ്കിലും, ഇന്ന് രാത്രി വിളിച്ചാൽ, സ്നേഹിതാ നിൻ്റെ ജീവനെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. ആമേൻ. മരണത്തെ തോൽപ്പിച്ച, ആമേൻ, മരണത്തെ ജയിച്ച ഒറ്റ പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. കൈകൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടോ. വാ തുറന്ന് പറഞ്ഞേ, മരണത്തെ നീക്കി, മരണത്തെ ഭയമില്ലാത്ത ഒരു തലമുറയെ പുറത്തെടുത്തു. ആമേൻ. ആമേൻ. കൈകൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്തേ. ആ വാക്കൊന്ന് പറഞ്ഞേ. ഇന്ന് എന്നോട് കർത്താവ്, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഈ സുവിശേഷ മഹായോഗത്തിൽ ഈ വാക്ക് ശാന്തമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ പറഞ്ഞു. നിൻ്റെ വീട്ടിൽ നിന്ന് മരണത്തെ ഇന്ന് രാത്രി നീക്കിക്കളയും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞോണം. നിൻ്റെ വീട്ടിൽ നിന്ന്, നിൻ്റെ തലമുറയിൽ നിന്ന് ദൈവം ഇന്ന് രാത്രി മരണത്തെ നീക്കിക്കളയും. ആമേൻ. വായികൾ തുറന്നെന്ന് സ്തോത്രം പറഞ്ഞ് ഹൗറസ്മാത്തന എമേൻ നാളുകളായി പിടിച്ചു വെച്ച മരണവ്യാപാരങ്ങൾ, ആമേൻ, മരണശക്തികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു കളയുകയാണ്. കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. യേശു കർത്താവ് എൻ്റെ രോഗത്തെ സൗഖ്യമാക്കാൻ വേണ്ടി, എൻ്റെ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയൊക്കെ യേശു കർത്താവ് മരിച്ചെങ്കിലും, ആമേൻ, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ അവൻ തോൽപ്പിച്ചു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. മരണമൊന്നുമല്ലാതായി അവൻ്റെ മുമ്പിൽ ഉലക മഹാന്മാരുടെ കല്ലറകളെല്ലാം അസ്ഥിയും, അമേൻ, 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 തൊക്കുമായി അവശേഷിക്കുമ്പോൾ, അമേൻ, ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അവൻ അവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കൈകളൊന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. ഇന്ന് രാത്രി ഞാൻ ആ ദൂത് പറയുകയാണ്. യേശു മരണത്തെ ജയിച്ചു. അതാണ് ഞങ്ങളുടെ സുവിശേഷം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. കൂടെ നടക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ ഹീറോയായ ആളുടെ കൂടെ നടക്കരുത്. ഒരാമയും പറയണം. കൂടെ നടക്കുവാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും പരിപാടികൾ കാണിച്ച ഒരാളുടെ കൂടെ നടക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. കൂടെ നടക്കുവാണെങ്കിൽ ഇവിടെ ആരുടെയൊക്കെയോ മുമ്പിൽ, അമേൻ, 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 ഹീറോയിസം കാണിച്ച ആളുകളുടെ കൂടെ നടക്കരുത്. അമേൻ. അറ്റ്ലീസ്റ്റ് മരണത്തെ തോൽപ്പിച്ചവൻ്റെ കൂടെ നടക്കണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ്റെ കൂടെ നടക്ക്, അവൻ്റെ കൈ പിടിക്ക്. അവൻ മരണത്തെ ജയിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം കൈ ഒന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. ഒരു വാക്ക്, ഒരു വരി പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു. കൈയൊന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞു. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഞാൻ പല പ്രാവശ്യം, എനിക്ക് തോന്നുന്നു ഞാൻ 2ാമത്തെ പ്രാവശ്യമോ 3ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു, 2 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കാണും. പക്ഷെ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത, ഈ ദേശത്ത് തലപൊക്കി നിൽക്കുന്ന മരണശക്തിയെ കർത്താവ് എടുത്തു. കൈകൾ ഉയർത്തി ആ വരി എന്ന് പറഞ്ഞേ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാ. പാടിയ പാതാളത്തെ ജയിച്ചവനെ
ഒന്ന് വർഷിപ്പേ. ആരാധിക്കുന്നു ഞങ്ങൾ. ഓ ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഓ ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ. അവരെന്ന് പറയും മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. കൈകൾ ഉയർത്തി ഒന്ന് പിടിച്ചേ. പാതാളത്തെ ജയിച്ചവനേ, ചിലർ കർത്താവ് സൗഖ്യമാക്കിയ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഓ ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന. ചിലരെ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. ചില വീടുകളിൽ നിന്ന് മരണമാണ്. ചില വീടുകളിൽ നിന്ന് മരണക്കുരുക്കുകളാണ്. ഈ ദേശത്തിൽ നിന്ന് മരണം മാറുകയാണ്. ചിലരുടെ ശരീരത്തിൽ നിന്ന് മരണം മാറുകയാണ്. മരണ രോഗങ്ങൾ മാറുകയാണ്. നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്തുനിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എന്തോ നിങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോയതുപോലെ ചിലത് കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാക്കും. ഒരാമേൻ എത്ര പേർക്ക് പറയാൻ പറ്റും? അമേൻ, ആമേൻ. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആമേൻ സമയത്ത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. എല്ലാവരും ആ വാ തുറന്ന് പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. എല്ലാവരും കൈകൾ ഉയർത്തി പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. കൈകൾ ഉയർത്തി പറഞ്ഞേ, മരണത്തിന് യേശുവിനെ, ആ അധികാരത്തോടെ പറഞ്ഞ്, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. വായികൾ തുറന്ന് പറഞ്ഞ് നിന്റെ പ്രശ്നത്തെ നോക്കി പറഞ്ഞ്, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ആരൊക്കെയോ ഈ പന്തലിൽ മാത്രമല്ല, വീടുകളിൽ നിന്ന്, ദേശത്ത് നിന്ന്, തെരുവിൽ നിന്ന്, റോഡിൽ നിന്ന് ആരൊക്കെയോ പറയുന്നു, വിളിച്ചു പറ,
മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അധികാരത്തോടെന്ന് വിളിച്ചു പറഞ്ഞ് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. വാ തുറന്ന് പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒരു 4-5 പ്രാവശ്യം പറഞ്ഞേ. മരണത്തിന് ഇത് പറയുമ്പോ സൗഖ്യം നടക്കട്ടെ, ഇത് പറയുമ്പോ ശാപങ്ങൾ മാറട്ടെ, ഇത് പറയുമ്പോ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിനെ പിടിച്ചു വെക്കുന്നത് പറഞ്ഞ് കൈ അടിച്ചത് രാമേ പറഞ്ഞതിനെ സ്വീകരിച്ചു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. കൈ അടിച്ച് 1 മിനിറ്റ് ഒന്ന് ആരാധിച്ചു. ഇപ്പോൾ തന്നെ ചില ശരീരത്തിനകത്ത് അത് സൗഖ്യം വ്യാപരിക്കട്ടെ. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് നിന്റെ വീടിനെ പിടിച്ചു വെച്ചത് ഇന്ന് രാത്രി കർത്താവ് വിടുവിക്കാൻ പോകുകയാണ്. നിന്റെ തലമുറകളെ പിടിച്ചത് ഇന്ന് രാത്രി സ്വാതന്ത്ര്യം വരികയാണ്. കൈകൾ അടിച്ചാമേ പറഞ്ഞതിനെ സ്വീകരിച്ചു. യേശുവേ എന്ന് വിളിച്ചതിനെ സ്വീകരിച്ചു. മരണത്തിന് യേശുവിനെ ഏതാണ് നിന്നെ പിടിച്ചു വെച്ചാൽ, എന്ത് നിന്നെ പിടിച്ചാൽ, ഈ വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അടുത്തിരിക്കുന്ന ഒരാളുടെ കൈ എടുത്ത് പറഞ്ഞ് മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത്. അടുത്തിരിക്കുന്ന കൈ എടുത്ത് പറഞ്ഞ മരണത്തിന്, ആ സിറ്റ് ഔട്ടിൽ ഇരുന്നൊന്ന് പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആ വീട്ടിനകത്തിരുന്ന് പറഞ്ഞ മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് എന്നെ ഒത്തിരി പ്രാവശ്യം രക്ഷപ്പെടുത്തി വാക്കാത്. ഞാനിത് എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം എന്തൊക്കെയോ പിടിവിട്ടിട്ടുണ്ട്. അമ്മ, ഒരു കുരുക്കിനും നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്ന ഇത് തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ ഒരു വിടുതൽ നടക്കുകയാണ്. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അർത്ഥം പിടിക്കാൻ നോക്കി അല്ലേ അഖിലേ? പിടിക്കാൻ ശ്രമിച്ചു, പിടിക്കാൻ നോക്കി. പക്ഷെ ഇവിടെ പറയുന്ന പിടിച്ചെന്നാണോ? നടന്നില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൂത് പറയുമ്പോൾ കൈ ഉയർത്തി ആമേൻ പറയണം. നിന്നെ പിടിക്കാൻ നോക്കുന്നതൊന്നും നിന്നെ ഇന്ന് രാത്രി പിടിക്കത്തില്ല. വിശ്വസിക്കുന്നവരാമേൻ പറ. നിന്നെ പിടിക്കാൻ നോക്കിയതല്ലോ ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയമുണ്ടാകും, 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 ജയമുണ്ടാകും. ഇന്ന് രാത്രി നിന്നെ പിടിച്ചതല്ലോ ഇന്ന് രാത്രി അതിൻ്റെ മേൽ ജയമുണ്ടാകും. നിന്നെ പിടിച്ചതിനകത്ത് ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടാകും. ആമേൻ, ആമേൻ. എത്ര പേർക്കൊരാമേൻ പറയാൻ കഴിയും? വാ തുറന്ന് പറഞ്ഞേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടെ അതിനെ ഒന്ന് കേട്ടെ. അപ്പൊ യേശു കർത്താവ് ഏതിനെയാ തോപ്പിച്ച്? മരണത്തെ. മരണം തോറ്റത് യേശു കർത്താവിൻ്റെ മരണത്തിലാണ്. അങ്ങനാണെങ്കിൽ മരണത്തിന് താഴെയുള്ള ഒന്നിനെയും നിങ്ങൾ പേടിക്കണ്ട, അതിനെ യേശു ജയിച്ചിരിക്കുകയാണ്. നമുക്ക് യേശുവിൻ്റെ കല്ലറയിലേക്ക് ഒന്നും കൂടെ പോകാം. ആ കല്ലറയിലേക്ക് നമ്മൾ അതിൻ്റെ വാതുക്കെ വന്നു. ആ കല്ലറയുടെ അടുക്കലേക്ക് നടന്ന് നമ്മൾ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോകുമ്പോൾ
പല കല്ലറകളുമുണ്ട്. കല്ലറകളെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ആമേൻ. പഴക്കം ചെന്ന കല്ലറകളുണ്ട്, പുതുക്കമുള്ള കല്ലറകളുണ്ട്, പുതിയ കല്ലറകളുണ്ട്. എല്ലാ കല്ലറകളുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ഒരു ഭയവും പേടിയും നിരാശയും ഒരു നെഗറ്റീവായ അവസ്ഥയാണ്, തീർന്നതും ഒതുങ്ങിയതുമായ അവസ്ഥയാണ്. പക്ഷേ യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര പ്രത്യാശയാണ്, അത് നമുക്കൊരു ബലമാണ്. ആ കല്ലറ തുറന്നു കിടക്കുന്നു. പലരും അവനെ തകർക്കാൻ നോക്കി. രോമം കത്തിരിക്കുന്ന ഒരാട്ടുംകുട്ടിയെപ്പോലെ, ഒരു കുഞ്ഞാടിനെ പോലെ അവൻ വീണും എഴുന്നേറ്റും ക്രൂശിലൂടെ കയറി 3 നാൾ കല്ലറയ്ക്കകത്തായി. 3-ാം ദിവസം അവൻ്റെ കല്ലറ തുറന്നു. ഇന്ന് ആ കല്ലറയുടെ വാതിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. എന്താണ് നമ്മളോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്? അവൻ ജയിച്ചെങ്കിൽ നമ്മൾ ജയിക്കും. ഞാൻ ഒറ്റ ദൂത് പറഞ്ഞ കൈ ഉയർത്തി ആർപ്പോടൊരു സ്തോത്രം പറയാമോ? ഒന്നും ഇന്ന് രാത്രി നിന്നെ പിടിക്കാൻ പറ്റത്തില്ല. നല്ലൊരാമയെ ഒന്നും കൂടെ പറയണം. നിന്നെയും നിൻ്റെ കുടുംബത്തെയും പിടിച്ചതെല്ലാം ഈ സുവിശേഷം അതിനകത്ത് ജയം തരും. അതാ പൗലോസ് പറഞ്ഞേ, മരണത്തെ നീക്കുന്ന സുവിശേഷം. എല്ലാവരും പറഞ്ഞേ, മരണത്തെ നീക്കുന്ന സുവിശേഷം. ഇന്ന് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സുവിശേഷം ഈ ലോകത്തിൻ്റെ എല്ലാ അന്ധകാരത്തെയും നീക്കിക്കളയും, മരണത്തെ നീക്കിക്കളയും. ഒരു സ്തോത്രം പറയാമോ? ഈ സുവിശേഷം നല്ല വാർത്തയാണ്. എല്ലാവരും പറഞ്ഞേ, സുവിശേഷം നല്ല വാർത്തയാണ്. എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ വാർത്ത കേട്ടുകൊണ്ടായിരിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നല്ല വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. വാർത്ത ഏഷ്യാനെറ്റോ 24 റിപ്പോർട്ടറോ നല്ല വാർത്ത കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വന്ന കാലത്ത് ഏത് വാർത്താ ചാനൽ നോക്കിയാൽ ഒരു നല്ല വാർത്ത കിട്ടും. നമ്മളെന്തിനാണ് വാർത്ത കേൾക്കുന്നത്? നിങ്ങൾക്കിടെ കയ്യിൽ രാവിലെ കിട്ടുന്ന പത്രം എടുത്ത് നോക്കിയിട്ട് ഒരു നല്ല വാർത്ത കാണിച്ചു തരാമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഭീതിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും കൊലപാതകവും നിരാശയൊക്കെയാണ് നമ്മുടെ അടുക്കൽ വരുന്ന പത്രം നമ്മളെ വിളിച്ച് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഇന്നും എന്നും ഇപ്പോഴും എപ്പോഴും നല്ല വാർത്ത കിട്ടണമെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ അടുക്കിലേക്ക് വരണം. എന്തോ നല്ല വാർത്ത? എവിടെയോ ബോംബ് പൊട്ടിയെന്നല്ല. എന്തോ നല്ല വാർത്ത? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തലക്കടിച്ച് കൊന്നെന്നല്ല. എന്തോ നല്ല വാർത്ത? കൊലപാതകം നടന്നെന്നല്ല. നല്ല വാർത്ത എന്ന് പറയുന്നത് എൻ്റെ മരണം മാറിയെന്നാണ്. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തി ഒരു സ്തോത്രം പറയണം. എന്തോ നല്ല വാർത്ത? എനിക്ക് പൈസ കിട്ടിയെന്നോ എനിക്ക് വീട് കിട്ടിയെന്നോ അല്ല, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല വാർത്തയുണ്ടെങ്കിൽ പിശാച് എനിക്ക് വെച്ച മരണം മാറിയെന്നാണ്. ആ വാർത്ത ഇന്ന് രാത്രി 8:45 ഈ ദേശത്തോ ഞാൻ വിളിച്ചു പറയുകയാണ്. സുവിശേഷം നല്ല വാർത്തയാണ്. ആ നല്ല വാർത്ത എന്തുവാണ്? എൻ്റെ മരണം. എല്ലാവരും ഒന്ന് പറഞ്ഞു, എൻ്റെ മരണം മാറി. എൻ്റെ ശാപം മാറി, എൻ്റെ രോഗം മാറി, എൻ്റെ വേദനകൾ മാറി. കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു, എൻ്റെ മരണം മാറി. ഇന്ന് എന്നെ കേൾക്കുന്നവർക്ക് ഒരാമയം പറയാമോ? ഇവിടല്ല പുറത്ത്. ഈ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇരട്ടത്ത് ഒരു വെട്ടം വരുന്നത് പോലെ നിൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഇന്ന് രാത്രി വരും. പറഞ്ഞേ, പറഞ്ഞേ, മരണം മാറി. വാ തുറന്ന് പറഞ്ഞേ, മരണം മാറി. ശബ്ദം ഉയർത്തി പറഞ്ഞേ. ദൈവത്തിന്, ഞാൻ ആ ദൈവദാസൻ പറഞ്ഞ ആ വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്ന വാക്കുകളുമായത് ബന്ധമുണ്ട്. അതൊന്ന് പറയട്ടെ. സുവിശേഷം മരണത്തെ നീക്കും. അടുത്ത വാക്ക്, ഇതിനോടൊന്നും ഇഷ്ടമല്ലാത്തവരായിരുന്നു ഇതിനകത്തിരിക്കുന്ന പകുതിയിലധികം ആൾക്കാർ. അല്ലേ? ഇതിനോടൊന്നും ഒരിഷ്ടമല്ലാത്ത ആൾക്കാർ. നിങ്ങളിവിടെ വന്ന് ആണ്ടെ ഈ പന്തലിന് കീഴിൽ ഫ്രണ്ടിൽ വന്നിരുന്ന് കൈയടിക്കുന്നു. അപ്പോൾ ആരോ
വർഷങ്ങളുടെ പുറകിൽ നിങ്ങളുടെ പിക്ചറൊന്നോ ഓർത്തേ. ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്തവരല്ലായിരുന്നു നമ്മൾ. പറഞ്ഞേ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കെ, നിങ്ങളെപ്പോലൊരാൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. ഒരാമയും പറയണം. എനിക്കെന്തായാലും ഇങ്ങനെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അഖിലിനെന്തായാലും ഈ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല. ഇവിടെ അമ്മേ പുറകിൽ എൻ്റെ സഹോദരങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. ഇവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പോയ വഴി ഇവിടുത്തെ നിങ്ങളെക്കാൾ മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിച്ചവരാണ്. ഇതിനെല്ലാം കമൻ്റ് പറഞ്ഞും ഇതിനെല്ലാം എതിർത്തും ഇവമാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിച്ചവരും ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടെങ്കിൽ ഒരാളെങ്കിൽ കൈ ഉയർത്തി കാണിക്കണമുണ്ട്. ആമേൻ. പക്ഷെ നമ്മളെയൊക്കെ മാറ്റിയത്, ബൈബിൾ ഇച്ചിരി കൂടെ പഠിച്ചപ്പോൾ മനസ്സിലായത്, അത് നമ്മുടെ ശ്രമമല്ല, നമ്മുടെ കഴിവ് അല്ല, നമ്മളിങ്ങനെ ആയതുമല്ല, നമ്മുടെ പുറകിൽ വ്യാപരിച്ച ദൈവകരമാണ്. ഞാൻ ഒരിക്കലും ഇതിനെതിരെ നിൽക്കുന്ന ഒരാളോട് ഞാൻ ദേഷ്യം കാണിക്കാറില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഇതിനെതിരെ നിൽക്കുന്ന ഒരാളോട്, ഇത് ഞാനൊരു സുവിശേഷ മഹായോഗം പ്രസംഗിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ദൈവമൊന്നും ഇല്ല. എൻ്റെ കൂടെ ഉണ്ടോ? ദൈവമൊന്നും ഇല്ല, ഇങ്ങനൊരു സംഭവമൊന്നും ഇല്ല ബ്രദർ, സഹോദര. ഞാൻ അദ്ദേഹത്തോട് ഒരു ദേഷ്യമില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ആമേൻ കൈ കൊടുത്തു. ആമേൻ തോളെ തട്ടി ഞങ്ങളിങ്ങനെ ആമേൻ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം എൻ്റെ കൂടെ നടന്ന് വണ്ടി കിടക്കുന്നത് വരെ വന്ന് എന്നെ വണ്ടി കയറ്റി വിട്ടു. ദൈവമില്ലെന്ന് അദ്ദേഹം പറഞ്ഞാലും അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര സ്നേഹം തോന്നി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. ഒരു വീട്ടിനകത്ത് എനിക്ക് ആമേൻ, ആ വീട്ടിനകത്ത് 12 പേര് മക്കളുണ്ട്. 12 പേരിൽ 11 പേരും വിശ്വാസികളാണ്. 11 പേരും വിശ്വാസികളാണ്. പക്ഷെ അതിനകത്ത് ഒരാൾ, ആ വീട്ടിൽ ഒരാൾ പള്ളി പോകത്തില്ല, ഇതിനെല്ലാം എതിരാണ്. പക്ഷേ അദ്ദേഹം എന്നോടൊരു ദിവസം സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്നതിനെല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാനൊക്കെ പോയാൽ ശരിയാകത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് പറയാൻ അടുത്തൊരു കാരണമോ ചിലപ്പം ബൈബിളിൽ നിന്ന് ഒരു വാക്യം കാണും. പക്ഷെ അദ്ദേഹത്തിനോട് പറയാൻ നമുക്ക് വാക്കുകളില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ, കർത്താവേ, ഇദ്ദേഹത്തെ പോലായ എന്നെയും നീ ഇതിനോടുള്ള സ്നേഹത്തിൻ്റെ ആളാക്കി മാറ്റിയല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഇതിനൊക്കെ എതിരെ നിന്ന ആളെ ഇതിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തി കൈ അടുപ്പിച്ചല്ലോ. ഈ കർത്താവിൻ്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയല്ലോ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃപ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് വന്നവർക്ക് ഒരു വീട് കിട്ടിയില്ലെങ്കിലും കാറ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്കിത് ശരിയാണെന്ന് മനസ്സിലായ ഒന്ന് കൈയൊന്ന് കാണിക്കണേ. കൈയെന്നാണ് അതാ ഏറ്റവും വലിയ അനുഭവം. ആ അനുഭവത്തിന് ബൈബിൾ പറയുന്ന വാക്കാണ് മരണം നീങ്ങി. നമ്മുടെ അകത്തുനിന്ന് ഇത് സത്യമാണെന്നുള്ള ഇരുട്ട് മാറിയിട്ട് നമ്മുടെ അകത്ത് എന്തോ തോന്നി, ഇത് സത്യമാണ്, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും. മൂന്നാമത്തെ വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാക്ക്. ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും. മൂന്നാമത്തെ വാക്കറിയാമോ? ആൻറ്റിയാ പറഞ്ഞ, ആ നടുക്കിരുന്ന ആൻറ്റിയാ പറഞ്ഞേ, ഞാൻ തന്നെ ജീവനുമാണ്. വഴി, സത്യം, ജീവൻ. എല്ലാവരും പറഞ്ഞു വഴി, സത്യം. ആരോ ഒരാൾ പറഞ്ഞു, ഇതുവഴി പോയാൽ രക്ഷപ്പെടാം. ആരും പറഞ്ഞില്ല ഞാനാ വഴിയെന്ന്. കേട്ടവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറയണം. ആമേൻ. അതെനിക്ക് തോന്നുന്നു സത്യമാണെന്ന് എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. ആരും ഇതുവരെ പറഞ്ഞില്ല ഞാനാണ് സത്യം. ആരോ പറയുന്നു ആമേൻ ജീവൻ കിട്ടുമെന്നൊക്കെ, എവിടെയെങ്കിലും പോയാൽ ചിലപ്പം ജീവൻ കിട്ടുമെന്ന്. ആരും ഇതുവരെ പറഞ്ഞില്ല ഞാനാണ് ജീവനെന്ന്. പറഞ്ഞേ വഴി. പണ്ട് ഞങ്ങളുടെ സഹോദരനൊരു പാട്ട് എഴുതി, വഴി ഒന്നേ അത് യേശു, സത്യം ഒന്നേ അത് യേശു. ആമേൻ. ജീവൻ ഉണ്ടെങ്കിൽ അതൊരാൾ.
എൻ്റെ അടുക്കൽ വരുവീൻ, ആമേൻ, ഞാൻ നിങ്ങൾക്ക് ആമേൻ ജീവൻ തരും, ജീവൻ തരും. ആ ജീവന് ബൈബിൾ പറഞ്ഞ വാക്ക് സമൃദ്ധിയായ ജീവൻ. പറഞ്ഞ വാ തുറന്ന് പറഞ്ഞേ, സമൃദ്ധിയായ ജീവൻ. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞേ, നന്നായി എന്ന് പറഞ്ഞേ, സമൃദ്ധിയായ ജീവൻ. ആമേൻ. എവിടെയൊക്കെ പോയി പൈസ കളഞ്ഞാലും ആമേൻ, നമുക്ക് ജീവൻ കിട്ടുന്ന ഒറ്റ സ്ഥലമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്ഥലമാണ്, യേശുവിൻ്റെ അടുക്കലാണ്. പറഞ്ഞേ, ജീവൻ. എല്ലാവരും പറഞ്ഞേ, ജീവൻ. സ്നേഹിതന്മാർക്കു വേണ്ടി തൻ്റെ ജീവനെ തന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. എനിക്കും നിനക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. നമ്മളെന്തിനാ ആമേൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളയുന്നേ? ആമേൻ, എനിക്ക് വേണ്ടി 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ച ഒരാളുണ്ടെങ്കിൽ, ജീവൻ കളഞ്ഞ ഒരാളുണ്ടെങ്കിൽ, അടികൊണ്ട ഒരാളുണ്ടെങ്കിൽ അത് യേശുവാണ്. അവന് നിങ്ങളുടെ ജീവിതം കൊടുക്കുക. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. എന്നെ കേൾക്കുന്നവർ ഒരു സ്തോത്രം പറയാമോ? ശബ്ദമുയർത്തി ഒരു സ്തോത്രം പറയാമോ? ഞാനിത് പറയുമ്പോൾ, ശാന്തമായി പറയുമ്പോൾ ഒരു വലിയ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പറഞ്ഞേ, ജീവൻ, 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 ജീവൻ. എല്ലാവരും പറഞ്ഞേ, ഒന്ന് ഉറച്ചു പറഞ്ഞേ. ഇത്രയും പേര് ഇവിടെ ഇരുന്ന് പറഞ്ഞേ, ജീവൻ. ഒരു പാട്ടുണ്ട്, ജീവൻ്റെ ഉറവിട്ടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം, അവനാത്രേ പാപഹാരി. ഞാൻ ആ വാക്ക് എടുത്ത് പറയുന്നറിയാമോ? നമ്മുടെ പാപം മാറ്റി ഒരാളുണ്ടെങ്കിൽ കൈ ഉയർത്തി എന്ന് പറഞ്ഞേ, ഒറ്റ മിനിറ്റ് യേശു 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 എന്ന് പറഞ്ഞേ, യേശു. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം, അവനാത്രേ പാപഹരൻ തൻ ജീവൻ. ആ രണ്ട് കരം ഉയർത്തി ഒന്ന് പിടിച്ച്, വീണ്ടെടുത്തു. ഓ അവനാത്രേ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കൈകൾ ഉയർത്തി പറഞ്ഞേ, അവനാത്രേ പാപഹരൻ തൻ ജീവനാൽ എന്നെയും. ആ വീട്ടിനകത്തിരുന്നത് പാടിയ, ജീവന്റെ ഉറവിടം വേറെ ആരുമല്ലാതെ യേശുവാണ്. നാവിനാലവനെ നാം ഘോഷിക്കാം, അവനാത്രേ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. പറഞ്ഞ, ജീവന്റെ ഉറവിടം ആരാ? ജീവൻ ഉണ്ടാകുന്നത് എവിടെവാ? അവൻ ജീവൻ തന്നാൽ അത് സമൃദ്ധിയായ ജീവനാണ്. കൈകളൊന്ന് ഉയർത്തി ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് ഈ ദേശത്തിൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. കൈകൾ അടിച്ച് ഒരു മിനിറ്റ് ഒരു ആരാധന കൊടുത്താട്ടെ. കൈകൾ അടിച്ചൊരാരാധന കൊടുത്താട്ടെ. ശബ്ദമുയർത്തി ഒരാരാധന കൊടുത്താട്ടെ. ഇവിടെ ഇരിക്കുന്നവർ കൈ അടിച്ച ആ ദൂതിനെ ഒന്ന് പ്രാപിച്ചേ. ഇന്ന് ചില വീടിനകത്തേക്ക് ആ ജീവൻ വ്യാപരിക്കുക. പറഞ്ഞേ, ജീവൻ. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, ജീവൻ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പറഞ്ഞേ, ഞാൻ തന്നെ പുനരുത്ഥാനവും. പറഞ്ഞ വാക്ക് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞേ, പുനരുത്ഥാനം. പറഞ്ഞ ആ വാക്ക് പറയുമ്പോൾ തന്നെ വിടുതല, ഭയങ്കര വിടുതല, അസാധാരണമായ വിടുതല. പറഞ്ഞേ, ആമേൻ, ശക്തിയോട് പറഞ്ഞേ, പുനരുത്ഥാനം. ഞാൻ തന്നെ പുനരുത്ഥാനവും. പറഞ്ഞ അടുത്ത വാക്ക് പറഞ്ഞേ, ജീവനുമാകുന്നു. എന്നെ തിന്നുന്നവൻ മരിച്ചാലും ജീവിക്കും. സുവിശേഷം തൊട്ട ഏതിനെയാണെന്നറിയാമോ? മരണത്തെ. അത് പറയാൻ വേണ്ടി ഞാനിതെല്ലാം പറയുന്നത്. സുവിശേഷം സ്വാധീനിച്ചതെല്ലാം മരണത്തെയാണ്. സുവിശേഷം ഏതിനെയാണ് തോൽപ്പിച്ചത്?
മരണത്തെയാണ്. ഇത്രയും പിടികിട്ടി. നമ്മൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. മരണത്തെ നീക്കുന്നതാണ് സുവിശേഷം. കൈകൾ ഉയർത്തി പറഞ്ഞേ, ജീവൻ, ജീവൻ, ജീവൻ. യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, യേശുവിൻ്റെ 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്നു. അവർ പിന്നീടത് മനസ്സിലായി, അവൻ ജീവനായിരുന്നു. അവർക്കൊരു ദൈവമെന്നപ്പുറത്ത്, ഒരു അത്ഭുതം ചെയ്യുന്ന ഒരാൾക്ക് അപ്പുറത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, അത് ജീവനായിരുന്നു. പറഞ്ഞേ, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങളത് അറിഞ്ഞു, ഞങ്ങളുടെ കൂടെ 3.5 വർഷം നടന്നു. അവൻ എന്തുമായിരുന്നു? ജീവനായിരുന്നു. എല്ലാവരും പറഞ്ഞേ, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, അത് ജീവനായിരുന്നു. എല്ലാവരും പറഞ്ഞു. ഇത് പറഞ്ഞു, ഈ വാക്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കൈ ഉയർത്തി പറഞ്ഞേ, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, അത് ജീവനായിരുന്നു. യോഹന്നാൻ തൊട്ടിട്ട് അടുത്ത പറഞ്ഞു എന്തോന്നറിയാമോ? അത് ജീവനായിരുന്നു. യോഹന്നാൻ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് പറഞ്ഞു, അത് ജീവനായിരുന്നു. യോഹന്നാൻ യേശുവിൻ്റെ മാർവിൽ കയറി കിടന്നിട്ട് പറയാ, അത് ജീവനായിരുന്നു. അതുകൊണ്ട് അവൻ പത്മോസിനകത്ത് കിടന്ന് പറഞ്ഞത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാന് മനസ്സിലായി, മരണം ഒന്നുമല്ല യേശുവിൻ്റെ മുമ്പിൽ. അവൻ മരണത്തെ തോൽപ്പിച്ചു. കൈകൾ ഉയർത്തി പറഞ്ഞേ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ആരുടെ കയ്യിലാണ്? താക്കോൽ ഇപ്പോൾ യേശുവിൻ്റെ കയ്യിലാണ്, പിശാചിൻ്റെ കയ്യിലല്ല. ഇവിടുത്തെ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്കല്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, എല്ലാ വീടുകളിൽ നിന്നും ഇന്ന് രാത്രി മരണത്തിൻ്റെ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി വിട്ടുമാറും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തിയെന്ന് പിടിച്ചേ. ഇങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തിയെന്ന് പിടിച്ചേ. കൈയൊന്ന് ഉയർത്തിയെന്ന് പിടിച്ച്, കൈയൊന്ന് ഉയർത്തിയെന്ന് പിടിച്ച്, കൈയൊന്ന് ഉയർത്തിയെന്ന് പിടിച്ച്. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് രാത്രി ചിലത് നീങ്ങിപ്പോകും. ഈ സുവിശേഷ മഹായോഗത്തിൽ ഞാൻ പ്രവചിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചിലത് പൂരിപ്പിച്ചേ, നീങ്ങി പോകും. വാ തുറന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ചേച്ചി ഇന്ന് ചിലത് നീങ്ങിപ്പോകും. സഹോദരിമാരെ, അമ്മമാരെ, ഇന്ന് രാത്രി ഈ ദേശത്തുനിന്ന് ചിലത് നീങ്ങിപ്പോകും. വാ തുറന്ന് പറഞ്ഞേ, കൈ ഉയർത്തി പറഞ്ഞേ. എൻ്റെ ഒരു അനുഭവം കൂടെ ഒന്ന് പറയട്ടെ. 1994 ഒരു തകർന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ് ഞങ്ങളുടെ വീടിനകത്തുണ്ടായിരുന്നത്. 94 ഞാൻ പറയുന്നത്. അന്നെൻ്റെ ആ സമയം 94, 95, 96 കാലഘട്ടത്തിൽ ഈ നടന്നു വരുന്ന കുഞ്ഞിൻ്റെ പ്രായവും ആ തറയിലിരുന്ന് മണ്ണ് വാരുന്ന കളിക്കുന്ന ആ മോൻ്റെ പ്രായമൊക്കെയാണ്. ആ സമയത്തിന് ഒറ്റ റൂമിൽ, എന്നെ കേട്ടോണം, ഒറ്റ റൂമിൽ, ഒരു റൂമിനകത്ത് ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ പിതാവും എൻ്റെ മാതാവും ഞങ്ങൾ താമസിക്കുകയാണ്. വെള്ളം കയറുന്ന ഒരു സ്ഥലം. എല്ലാ ദിവസവും പാമ്പിനെയും ചേരയും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് പേടിച്ച് വെള്ളവും ഊറ്റെന്നൊക്കെ ഞങ്ങളുടെ അവിടെ പറഞ്ഞു. ഇവിടെ എന്തോന്ന് എനിക്കറിഞ്ഞൂടാ, ഈ മഴ പെയ്യുമ്പോൾ വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ ഒരു ചെളിക്കുഴി പോലെ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചു വരികയാണ്. എൻ്റെ അപ്പൻ നല്ല അന്തസ്സായ മദ്യപാനിയാണ്. രാവിലെ തൊട്ട് അധ്വാനിക്കും, വൈകുന്നേരം വരെ അധ്വാനിക്കും. പോക്കറ്റ് നിറച്ച് പൈസ കിട്ടും, പക്ഷേ ജീവിതത്തിനകത്തൊരു പ്രയോജനമില്ലാത്ത അനുഭവം. ഓരോ ദിവസവും വഴക്കും ബഹളവും തർക്കങ്ങളും. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇതേപോലൊരു സുവിശേഷ മഹായോഗം നടന്നു. എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. എന്നെ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടോണം. അന്ന് ആ കൺവെൻഷൻ്റെ തലേ ദിവസം
തലേ ദിവസം ആഴ്ചകളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ റോഡിൽ നിന്ന് വീട് കാണാൻ പറ്റുമെങ്കിലും വഴിയില്ലാത്തൊരു വീടാണ്. ആ ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരു 50-55 വയസ്സ് 60 വയസ്സുള്ളൊരു അമ്മച്ചി ലഘുലേഖ എന്ന് പറയും, ട്രാക്റ്റ് എന്നൊക്കെ പറയും, സുവിശേഷം എഴുതിയ വാക്യങ്ങളൊക്കെ എഴുതി ട്രാക്റ്റ് കൊടുത്തു പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്മേൻ നടന്നു വന്ന് അമ്മയോട് ചോദിച്ചു, മോളെ ഞാൻ ഈ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. 1994 കഴിഞ്ഞ ആ സമയങ്ങളാണ് പറയുന്നത്, 94, 96 സമയങ്ങൾ. അന്ന് എൻ്റെ മാതാവ് വീടിനകത്തും എല്ലാ പ്രതീക്ഷയും മങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയോ പെന്തക്കോസ്തുകാരെയോ ഒന്നും ഇഷ്ടമല്ലെങ്കിലും ജീവിതം തകർന്നു നിൽക്കുമ്പോൾ ചാകാൻ പോകുന്നവന്, താഴാൻ പോകുന്നവന്, മുങ്ങിത്താഴാൻ പോകുന്നവന് കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് പോലെ ആ മാതാവ് ഒന്ന് ചോദിച്ചു, പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. വന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. തറ കെട്ടി ഒന്നുമല്ലാത്ത ഒരു മുറ്റത്തോട്ട് ആ അമ്മച്ചി കയറി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അന്ന് വീടിനകത്തേക്കൊരു വലിയ സമാധാനം വന്നു. നിങ്ങൾ എന്നെ കേട്ടെങ്കിലും ഒരു സ്തോത്രം പറയണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അന്ന് ആ അമ്മച്ചി വീട്ടിലേക്ക് വരുമ്പോൾ അതിനെ വേണ്ട എന്ന് വേണമെങ്കിൽ വിലക്കാം. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. നിങ്ങളുടെ വീട്ടിലൊരു പിരിവുകാരൻ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പട്ടി അഴിച്ചു കിട്ടോ, കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റൊരാൾ വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കയറ്റാതിരുന്നോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ സുവിശേഷവുമായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആ വഴി അടച്ചാൽ നിൻ്റെ വീട്ടിലേക്കുള്ള സമാധാനവും രക്ഷയുമാണ് നീ അടയ്ക്കുന്നത്. കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. പക്ഷേ നമുക്കൊക്കെ കൃപയാൽ ഇതിനെ അംഗീകരിക്കാൻ ദൈവം ഒരു കൃപ തന്നു. അന്ന് എൻ്റെ മാതാവ് വിളിച്ച് വീട്ടിലേക്ക് കയറ്റി. കൊടുക്കാനൊന്നുമില്ല. പ്രാർത്ഥിച്ച് ആ മുറ്റത്ത് നിന്ന് എന്നെ കണ്ട് ഇതെനക്ക് മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ആ അമ്മച്ചി ഒരു ദൂത് പറഞ്ഞു, മോളെ നീ വിശ്വസിക്കുവാണെങ്കിൽ, നീ കർത്താവിനെ വിശ്വസിക്കുവാണെങ്കിൽ നിൻ്റെ ഈ തലമുറ കർത്താവിനാൽ പ്രയോജനപ്പെടും. അവനെ ദൈവം രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ലോകം മുഴുവനും ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. അന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മയില്ല, എങ്കിലും കേട്ടതോ പറഞ്ഞതൊക്കെ ഈ കാലങ്ങളിൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ആ അമ്മ അടുത്ത പറഞ്ഞൊരു ദൂതുണ്ട്, ഈ വീടിനെ ഞാൻ അനുഗ്രഹിക്കും, കർത്താവ് അനുഗ്രഹിക്കും, ഈ വീടിൻ്റെ അവസ്ഥയെ മാറ്റും. പട്ടിണിയായ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ വീടിനെ നോക്കി പറഞ്ഞു, ഈ വീടിൻ്റെ അവസ്ഥകൾ മാറും, ഈ വീട് വലുതാകുന്നത് ഞാൻ കാണുന്നു, വിശാലതപ്പെടുന്നത് ഞാൻ കാണുന്നു. അടുത്ത ദൂത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ വീട് മുറ്റത്ത് അനേകം വാഹനങ്ങൾ കിടക്കുന്നത് ഞാൻ കാണുന്നു. സൈക്കിള് പോലും മേടിക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം. വണ്ടി വരാൻ വീട്ടിൽ വഴിയില്ല. അന്ന് ഈ ട്രാക്റ്റ് കൊടുത്ത അമ്മച്ചി ദൂത് പറയുന്നത്, ഈ വീട്ടിൽ വാഹനങ്ങൾ വരും. എൻ്റെ മനസ്സിൽ അന്ന് തൊട്ട് ആ ദൂത് കിടപ്പുണ്ട്. മറ്റ് എന്നെ ഉപയോഗിക്കുമെന്നോ ഞാനൊരു സുവിശേഷകനാകുമെന്നുള്ള ദൂതില്ലെങ്കിലും ഈ വീട്ടിൽ വണ്ടി വരുമെന്നുള്ള ദൂത് എൻ്റെ അകത്തുണ്ട്. കാരണം ഞാൻ ഒരു കുഞ്ഞു പ്രായത്തിൽ കേൾക്കുന്ന ദൂതാണ്, വണ്ടി വരുന്നത്. വണ്ടി ഇങ്ങനെയുള്ള കാർ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഇതാണല്ലോ. അന്ന് തൊട്ട് ഞാനിങ്ങനെ ഓർക്കും, എങ്ങനെ ഈ വീട്ടിൽ വണ്ടി വരും, വഴിയില്ലാത്ത വീട്ടിൽ എങ്ങനെ വണ്ടി വരും? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മണ്ണ് കുഴച്ച് ഒരു പാലമുണ്ടാക്കി. 4-5 പുരയിടത്തിൻ്റെ മുകളിലൂടെ മണ്ണ് കുഴച്ച്, എൻ്റെ ഒരു ചിന്ത, ഞാൻ മണ്ണുണ്ടാക്കി കുഴച്ചൊരു പാലം കെട്ടി, ആകാശത്തിന് മുകളിലൂടെ റോഡിലേക്കൊരു പാലമുണ്ടാക്കി. അതുവഴി ഞാൻ വളർന്നു വലുതാകുമ്പോൾ അതിനകത്തൂടെ വണ്ടി കയറ്റി എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവരും. എന്നെ കുഞ്ഞു പ്രായത്തിലെ ചിന്തയാണ്. പിന്നെ അടുത്ത ചിന്ത, അല്ലെങ്കിൽ ഞാനൊരു ഹെലികോപ്റ്റർ മേടിക്കും, ഹെലികോപ്റ്ററിനകത്തൊരു കാറ് മേടിച്ച് എൻ്റെ വീടിൻ്റെ മുകളിലൂടെ കെട്ടിയിറക്കും. പക്ഷേ രണ്ടും ചെയ്യേണ്ട വന്നില്ല. വീട്ടിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ വഴിയായി. ഒരാമേൻ പറയണം. വണ്ടി വന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ആ വീടിനകത്ത് വിശാലതയായി. ഇന്ന് ആ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വീടായി ആ ദേശത്ത് ദൈവം നിർത്തുന്നു. എങ്ങനെ ഇത് മാറിയത്? അന്ന് വീട്ടിലേക്ക് വന്ന സുവിശേഷത്തിന് ഒരവസരം കൊടുത്തു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അന്ന് നടന്ന കൺവെൻഷന് എൻ്റെ പപ്പ പോയി, അമ്മ പോയി,
അമേൻ അപ്പനോട് പറഞ്ഞു, നമുക്ക് ഇന്ന് രാത്രിത്തെ കൺവെൻഷന് പോകാം. അമേൻ അര ഫിറ്റായിരിക്കുന്ന അപ്പൻ അന്ന് നല്ല ഫിറ്റല്ല, ഇച്ചിരി ഉണ്ട്. അമേൻ ആ സ്മെല്ലോടെ ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ച് അമേൻ ആ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ അമേൻ പുറകിൽ പോയിരുന്നു. അന്നത്തെ മീറ്റിങ്ങിനകത്ത് കർത്താവ് തൊട്ടു. അമേൻ രണ്ടാമത്തെ കൺവെൻഷനും പോയി, അന്നത്തെ മീറ്റിങ്ങിനും തൊട്ടു. മൂന്നാമത്തെ കൺവെൻഷനും പോയി, 3 ദിവസത്തെ കൺവെൻഷനും പോയി. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ വീടിനകത്ത് സമാധാനമായി. നിങ്ങൾ എന്നെ കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. എൻ്റെ ശബ്ദം ഇവിടെ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ഈ ശബ്ദം ഇന്ന് രാത്രി ചെല്ലുന്നുണ്ട്. അന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, അന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ ദേശത്തിലെ ഏറ്റവും തകർന്ന കുടുംബമോ ചിലപ്പോൾ ആ വീട് പോലും അവിടെ കാണത്തില്ല. ഞാൻ ഇന്ന് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ആ നാട്ടിൽ ഏറ്റവും മോശകരമായ ഒരാളായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അതിനുള്ള എല്ലാ സാധ്യതയും ഞങ്ങളുടെ നാടിനകത്തുണ്ട്. ഞങ്ങളുടെ നാട് അത്രയ്ക്ക് നല്ല നാടല്ല. ഞങ്ങളുടെ നാട് അടിച്ചു നോക്കുമ്പോഴേ നല്ല വാർത്തകളല്ല ഇന്ന് യൂട്യൂബിലും ഗൂഗിളിലും ഒന്നും കിടക്കുന്നത്. നിങ്ങളെന്നെ കേട്ടെങ്കിലൊരു സ്തോത്രം പറയണം. അതെല്ലാം ചെയ്യുന്നത് എൻ്റെ കൂടെ പഠിച്ചതും എൻ്റെ കൂടെ നടന്നതുമായ കൂട്ടുകാരാണ്. പക്ഷേ എന്നെ അവിടുന്ന് ഒരു സുവിശേഷകനായി മാറ്റിയത് അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഈ മരണത്തെ നീക്കിയ സുവിശേഷമാണ്. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറയണം. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ട്രാക്റ്റ് കൊടുത്ത 60 വയസ്സുള്ള അമ്മച്ചിയെ പറഞ്ഞതുപോലെ ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. ദൈവം ചെറുതായി ഉപയോഗിക്കാൻ തുടങ്ങി. വീടിൻ്റെ അവസ്ഥ മാറി. വണ്ടികൾ വീട്ടിൽ വരാൻ തുടങ്ങി. വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. എന്താണ് സുവിശേഷം? ഏതോ പാസ്റ്റർ ഞങ്ങൾക്ക് തന്ന പൈസയല്ല, ഏതോ പ്രവാചകൻ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് പൈസ എല്ലാ ദിവസവും തരുന്നില്ല. എൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന 500 രൂപ, 600 രൂപ, 1000 രൂപ വീട്ടിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. ആ പൈസ മദ്യപാനം വഴി മറ്റ് വഴിയിലൂടെ അത് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ഇന്ന് 100 രൂപ അപ്പത്തെയും വെള്ളത്തെയും വീഞ്ഞിനെയും ദൈവം അനുഗ്രഹിച്ചു. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതേ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? കേട്ടവരുണ്ടെങ്കിൽ, ഇതേ അനുഭവത്തിലൂടെ കർത്താവ് വിടുവിച്ചവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? ഞാൻ എന്തിനാ പറയുന്നത്? ഞാൻ എപ്പോഴും പറയാം, ഇപ്പോഴും പറയാം, നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ഈ സുവിശേഷത്തെ നിൻ്റെ ചെവി അടയ്ക്കരുത്. ഒരാമേൻ പറയുക. സുവിശേഷം വരുമ്പോൾ ഇവന്മാർ ഭയങ്കര ബഹളമാണെന്ന് പറയരുത്. ബഹളത്തേക്കാൾ നല്ല ഇത് നിൻ്റെ ജീവിതത്തെ മാറ്റും. എൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇന്ന് നാട്ടിൽ പേരുണ്ട്, മാന്യതയുണ്ട്. കുടിയൻ്റെ മക്കളെന്നല്ല ഞങ്ങൾ അറിയപ്പെടുന്നത്. ഒരു സുവിശേഷകൻ്റെ വീട്, സുവിശേഷം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട വീട് എന്നാണ് അറിയുന്നത്. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞ് ഇന്ന് ആ സുവിശേഷത്തിൻ്റെ ശക്തി എവിടെയെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് വേണമെന്നുള്ളവർ ആ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കൈയൊന്ന് ഉയർത്തിയൊന്ന് പിടിച്ച്, കൈയൊന്ന് ഉയർത്തി പിടിച്ച്. കർത്താവേ, വീടിനകത്തും തെരുവിനകത്തും റോഡിനകത്തിരുന്നൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഈ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, യേശുവേ. സുവിശേഷം രക്ഷ കൊണ്ടുവരുമെങ്കിൽ, സുവിശേഷം മരണത്തെ മാറ്റുമെങ്കിൽ, സുവിശേഷം ശാപത്തെ മാറ്റുമെങ്കിൽ, സുവിശേഷം സന്തോഷം കൊണ്ടുവരുമെങ്കിൽ, സുവിശേഷം നല്ല വാർത്ത കൊണ്ടുവരുവാണെങ്കിൽ, ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന യേശുപ്പാ, ആ രക്ഷ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എൻ്റെ തലമുറയിലേക്ക് വരണമേ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചേ. എൻ്റെ വീടിനകത്തേക്ക് വരണമേ. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ സൗഖ്യം എൻ്റെ മേൽ അയക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേര് ആമേൻ പറഞ്ഞു? ഇത് പറഞ്ഞപ്പോൾ
ഹൃദയത്തിലൊരു സമാധാനം കിട്ടിയവരൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു സമാധാനം കിട്ടിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ആ സുവിശേഷം നിനക്ക് ആമേൻ നിൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാത്രി മരണത്തെ മാറ്റി. ആമേൻ കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു വാക്കും കൂടെ പറയുമ്പോൾ ആമേൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് പൂർത്തീകരണമുണ്ടാകും. കാലാകാലങ്ങളിൽ ദൈവത്തിന് ചിലരെ വേണം, ദൈവത്തിന് വേണം. ഈ പട്ടണത്തിൽ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നു. നിങ്ങളൊരു സാധാരണക്കാരല്ല. കേട്ടവരുണ്ടെങ്കിൽ രാമയും പറ, അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറ, നീ ഒരു സാധാരണക്കാരനല്ല. ഞാനിപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഇതിന് പുറത്തുള്ളവർക്കും കൂടെ വേണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരോടാ. ഇങ്ങനൊരു കർത്താവിനെ ഇത്രയും അടുത്തറിയുവാൻ നമുക്കൊരവസരം കിട്ടിയത് ഒരു സാധാ കാര്യമല്ല. മനസ്സിലായവർ, ഇനി നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ അറിഞ്ഞുപോയി സത്യം. നമ്മുടെ സഹോദരങ്ങൾ അറിയത്തില്ല. നമുക്കിതെന്തറിയാം? ഇത് അറിയാം. ഇനി നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. കർത്താവേ, ഈ സുവിശേഷം എൻ്റെ ലൈഫിനകത്തും ഒരു മാറ്റം ഉണ്ടാകട്ടെ. കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. ആഴത്തിൽ ഞാൻ കിടന്നു, കുരിരുള്ളെന്നെ പിടിച്ചു. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞേ. ആഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ പിടിച്ചു. താതൻ തീരുക്കാരം തേടിയെത്തി. അങ്ങനെയുള്ളവർ ആ കൈ ഒന്ന് ഉയർത്തിയെന്ന് പിടിച്ചേ. മാർവോട് ചേർത്തണച്ചു. താതൻ തീരുക്കാരം തേടിയെത്തി. മരണം നീങ്ങിയാണ്, ശാപം മാറുകയാണ്. താതൻ തീരുക്കാരം തേടിയെത്തി. തന്റെ മാർഗോട് ചേർത്തണച്ചു. നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി പിടിക്കാമോ? ചിലരുടെ കയ്യിൽ കർത്താവ് പിടിക്കുന്നു. ഒറ്റ മിനിറ്റ് ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്, കണ്ണടച്ചെന്ന് പിടിച്ച്. ചിലരുടെ കയ്യിൽ അവൻ പിടിക്കും. ചില വീടിനകത്തേക്ക് സമാധാനം വരുന്നു. എനിക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നു. ചിലരുടെ കയ്യിൽ അവൻ പിടിക്കും. ചിലരുടെ കയ്യിൽ അവൻ പിടിക്കും. ചില കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവൻ പിടിക്കുന്നു. ചില സഹോദരങ്ങളുടെ കയ്യിൽ അവൻ പിടിക്കുന്നു. ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു. ഈ ഫ്രണ്ടിൽ നിരയിലിരിക്കുന്ന ചിലരുടെ കയ്യിൽ പിടിക്കും. ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ചിലരുടെ കയ്യിൽ അവൻ പിടിക്കും. താതൻ തീരുക്കാരം തേടിയെത്തി. എന്റെ മാർഗോട് ചേർത്തണച്ചു. താതൻ തീരുക്കാരം, താതൻ തീരുക്കാരം തേടിയെത്തി. എന്റെ മാർഗോട് ചേർത്തണച്ചു. കൈ ഉയർത്തി പറഞ്ഞ മരണം നീങ്ങി. അമേൻ, അമേൻ. വലിയ കാറിൽ വരുന്നതല്ല ആത്മീയൻ. വലിയ വീട്ടിൽ താമസിക്കുന്ന ആളല്ല ആത്മീയൻ. വലിയ അമേൻ, അമേൻ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ആളല്ല ക്രിസ്ത്യാനി. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവനാണ് ആത്മീയൻ. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ രണ്ട് ആൻറ്റിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻറ്റിയോട് ഒരു മിനിറ്റ് അവിടെ നിൽക്കാം, ഒരു മിനിറ്റ് നിൽക്കാം. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിത്രയും നേരം ഈ സുവിശേഷം കേട്ടല്ലോ. അവരുടെ ജീവിതത്തിനകത്ത് ജീവൻ ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനം ഉണ്ടാകും. ആ റോഡിൽ നിൽക്കുന്ന ആൻറ്റിയോട് ഞാൻ പരിശുദ്ധാത്മാവ് പറയുക. സ്മിഹേരിയ സ്മാഹത്തന പ്രവേറ്റീരിയ ഷാനഹസ പ്രഭാതൻ. ഒരു വലിയ ജീവൻ ഉണ്ടാകുക. ആരാധന പ്രഭാതന ഷാനഹർത്തേരിയ. എൻ്റെ വീട്ടിനകത്ത് വലിയ സമാധാനമുണ്ടാകട്ടെ. ഈ സ്മേഥേരി പ്രവേധാരബ റേ ബ്ലസം പാസ്റ്റർ ഒരു മിനിറ്റ് വന്ന് റേക്ക് ആൻറ്റി പോകല്ലേ, ഒരു മിനിറ്റ് അവിടെ നിന്നു.
എല്ലാ കൈകളും ഉയർത്തി ഒന്ന് പിടിച്ച് ആ വീടിനകത്ത് വലിയ സമാധാനം ഉണ്ടാകട്ടെ. ചിലത് എഴുതി വെച്ചത് മാറട്ടെ, എഴുതി വെച്ചത് മാറട്ടെ, എഴുതി വെച്ചത് മാറട്ടെ. ആമേൻ. ആ കുടുംബം എന്ത് പ്രശ്നമായിട്ടാണ് ഇവിടെ വന്നേ, ആ വീടിനകത്ത് അത് മാറട്ടെ. കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യും. അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. രാസ്മാന കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തു, കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തു. ആ വീടിനകത്ത് ഏറ്റവും റോഡിൽ നിൽക്കുന്ന റേസ് ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ആ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ വീടിനകത്ത് ആമേൻ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. റീസ്മാന അസാന്റര പ്രവേറ്റി ഒരു വലിയ സമാധാനം ഉണ്ടാകട്ടെ. ആധിനി പ്രവേറ്റേരി വലിയ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഈ സുവിശേഷ മഹത്തിൽ ഈ രണ്ടുപേരും ഇവരെ കുടുംബങ്ങളും വരുമ്പോൾ, ഇവർ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ മരണം നീങ്ങട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ സ്വസ്ഥത ഉണ്ടാകട്ടെ. എന്നോട് കർത്താവ് പറയുന്നു, വലിയ സമാധാനം നിങ്ങളുടെ വീടിനകത്തുണ്ടാകും. ആമേൻ. ഈ ആൻറ്റിക്ക് വേണ്ടി ആശ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. ആസ്മ പോലുള്ള ചില രോഗബന്ധനങ്ങൾ, ലാഥനമഹർത്ത് നെഞ്ചിലോട്ടൊന്ന് കൈവച്ച്, ഹാർട്ടുമായി ബന്ധപ്പെട്ട ആ വീടിനകത്ത് അടിക്കുന്ന ശാപക്കുരുക്കുകൾ, മരണക്കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ സമാധാനം ആ വീടിനകത്തുണ്ടാകട്ടെ, വലിയ സ്വസ്ഥത ഉണ്ടാകട്ടെ, വലിയ ജീവനുണ്ടാകും. ഈ ആൻറ്റി കർത്താവ് ഭയങ്കരമായിട്ട് വിടുവിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കൈകളും ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്, ഇന്നു വരെയില്ലാത്തൊരു സ്വസ്ഥത ഉണ്ടാകട്ടെ, ഇന്നു വരെയില്ലാത്തൊരു സമാധാനമുണ്ടാകട്ടെ. ഹൗഡാലാബാലാബാലാബ ആ നെഞ്ചിലോട്ടോ തലയിലോട്ടോ ഒന്ന് കൈവച്ചോ. യേശുവിൻ്റെ നാമത്തിൽ യുവർ ഹീൽ. ആ അമ്മച്ചിയുടെ ശരീരത്തിൽ നിന്ന് രോഗശക്തികൾ മാറട്ടെ, മരണത്തിൻ്റെ അധികാരം വിടട്ടെ, മരണഭാഷങ്ങൾ പൊട്ടട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ദൈവസം ഒന്ന് പ്രാർത്ഥിച്ചു. ആ ശമാന സാധര പ്രവേതീരി സാമ്പത്തിക മേഖലയിൽ കിടക്കുന്ന കുരുക്കുകൾ മാറട്ടെ, ദൈവകരം ചലിക്കട്ടെ. കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ വാക്കൊന്ന് പൂർത്തീകരിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. പിശാച് എന്തോ പറഞ്ഞ തിന്നുന്ന നാളിൽ ജീവിക്കും. ദൈവം എന്തോ പറഞ്ഞു? തിന്നുന്ന നാളിൽ. എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം. മക്കളെ നിങ്ങൾ കേട്ടോണേ, ദേവദാസന്മാർ പ്രായമുള്ളവർ കേട്ടോണം. ആമേൻ. നിങ്ങൾ ഇത് കേട്ടോണം. പിശാച് എപ്പോഴും നമ്മളെ കൺഫ്യൂസ് ചെയ്യും. ആമേൻ. ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റേ പിശാച് പറയത്തുള്ളൂ. ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റാണ് പിശാച് പറയുന്നത്. പക്ഷെ നമുക്ക് ഇച്ചിരി കേൾക്കാനും രസമുള്ളതും പിശാച് പറയുന്നതാണ്. എന്നെ കേൾക്കുന്നുണ്ടോ? ആമേൻ. പിശാച് പറയുന്നതാണ്. ദൈവം പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. പക്ഷെ നിങ്ങൾ പിശാച് പറയുന്നതിനേക്കാൾ ദൈവം പറഞ്ഞത് കേൾക്കുക. പിശാച് പറഞ്ഞു ഇത് തിന്നാൽ ജീവിക്കും. ദൈവം എന്തോ പറഞ്ഞ്? തിന്നാൽ മരിക്കും. നമ്മളെ വട്ടാക്കി കളഞ്ഞു. അവർ കൺഫ്യൂസ്ഡായി. ആര് പറഞ്ഞത് അവർ കേട്ടു? പിശാച് പറഞ്ഞവർ കേട്ടു. അവർ പാപത്തിലേക്കും മരണത്തിലേക്കും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ സത്യം മനസ്സിലായി. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് അവർ കൊണ്ടു നടന്ന തേജസ് അവരിൽ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി ആ തേജസ് തിരിച്ചു വരണ്ടേ? അതിനാണ് പറയുന്നത് മരണം. അന്ന് തൊട്ട് അവർ മരിച്ചു. മരിച്ചു എന്ന് പറയുമ്പോൾ അവർ ഉടനെ ആമേൻ ശരീരം കുഴഞ്ഞു വീണ് തളർന്നു വീണെന്നല്ല, അവരുടെ അകത്തുനിന്ന് തേജസ് നഷ്ടപ്പെട്ടു പോയി. അന്നും അവർ കൈ പൊക്കുന്നുണ്ട്, കാല് പൊക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, മക്കളെ പ്രസവിച്ചു. അർത്ഥം അവർ മരിച്ചെന്ന് പറയുമ്പോൾ അവരുടെ അകത്തൊരു സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു. മനസ്സിലായവരുണ്ടെങ്കിൽ കൈ ഉയർത്തിയൊരു സ്തോത്രം പറയണം, വാ തുറന്നൊരു സ്തോത്രം പറയണം. അപ്പോൾ അങ്ങനെ മരിച്ചത് തിന്നപ്പോൾ. ആ വാക്ക് ശരിയാണോ? ഇവിടെ ഈ പട്ടണത്തേത് ശരിയാണോ? തിന്നപ്പോൾ, കഴിച്ചപ്പോൾ അവരെന്തോ ചെയ്തു? മരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദൂത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. തിന്നപ്പോൾ മരിച്ചത്. എഫേസ്യ ലേഖനം 1 പറയുന്നത്, 1:13 പറയുന്നത്, വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ജീവനുണ്ടാകും. കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. എപ്പോൾ തിന്ന എന്തോ ചെയ്തു? മരിച്ചു.
തിന്നപ്പോൾ ഈ ലൈറ്റ് ഓഫ് ആക്കുന്ന പോലെ അവരിൽ ഡെത്ത് കയറി, മരണം കയറി. ആമേൻ. വിശ്വസിക്കുമ്പോൾ സുവിശേഷം എന്തോ തരും? ജീവനുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കും? ഒന്ന് കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്, കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് ഒറ്റ വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരോടുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, ഈ സുവിശേഷത്തെ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടായിരിക്കാം. പക്ഷെ ഒരു വാക്ക്, ഞാനിതിനെ വിശ്വസിക്കുന്നു, ഞാനിതിനെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്, എൻ്റെ മരണത്തെ മാറ്റാൻ വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത് എന്നുള്ളവർ കൈ ഉയർത്തിയെന്ന് പിടിച്ച്. ഞാൻ ആ ദൂത് പറയുമ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. തിന്നപ്പോൾ മരിച്ചു, തിന്നപ്പോൾ. ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി പറയാം, ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ മരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഹോരബ. അങ്ങനെയുള്ളവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്